ടെൻഷൻ, ഉത്കണ്ഠ, സമാധാനം കിട്ടണില്ല എന്ന് പറയുന്ന ആൾക്കാർ, പേടി, നിരാശ, വിഷാദം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കൗൺസിലിങ്ങിനും, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രായത്തിലേക്ക്, ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ടെൻഷൻ, ഉത്കണ്ഠ, നിരാശ, ഇതൊന്നും നമ്മൾ ഒരു കാലത്ത് കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നൊരു പ്രായമാണ്. ആ സമയത്ത് പോലും അമിതമായ ടെൻഷൻ അനുഭവിക്കുക എന്ന് പറയുമ്പം, അപ്പോൾ ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഇപ്പോൾ നമുക്ക് പണ്ട് ചെറിയ ഒരു വീടുണ്ടായിരുന്നു അല്ലേ, ഒരു തായ്യരിയും 2 റൂമൊക്കെ ചേർന്ന് ഒരു കൊലായിയൊക്കെ ഉള്ള പെര. അന്ന് നമ്മളെ പെര എന്ന് പറഞ്ഞാൽ വലിയ പെരയാണ്. സിറ്റ് ഔട്ട്, നമുക്ക് അവിടെ ഗസ്റ്റിനിരിക്കാൻ സൗകര്യമുണ്ട്. അടുക്കള തന്നെ 2-3 അടുക്കളയുള്ള ആൾക്കാരുണ്ട്. പുറത്ത് അതിൻ്റെ പുറമെ തിജത്തിച്ചാൻ വേറെ സ്ഥലം, ചോറുണ്ടാക്കാൻ അല്ലേ വേറെ അടുപ്പ്, അങ്ങനെ പല സൗകര്യങ്ങൾ. വണ്ടിയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാറും, അതായത് നമ്മുടെ സൗകര്യങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷേ ആൾക്കാർക്ക് ഉറക്കം കിട്ടണില്ല, സമാധാനം കിട്ടണില്ല. ഇപ്പം ഇന്ന് എല്ലാവർക്കും ഇഷ്ടംപോലെ ഫ്രണ്ട്സാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എവിടെടുത്ത് നോക്കിയാലും ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഓരോ ഗ്രൂപ്പിലും നമ്മളറിയാത്ത കുറേ ആൾക്കാർ, നമ്മളറിയണ നമ്മളെ വോയിസൊക്കെ കേൾക്കണ കുറേ ആൾക്കാർ. ചിലപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷേ എന്തായാലും ഒരു ഇടങ്ങേറുണ്ടാകുമ്പം ഒരു തോളിലൊന്ന് ചാഞ്ഞ് കിടക്കാൻ പറ്റിയ ആൾക്കാർ നമുക്ക് എത്ര ഉണ്ട് നമ്മൾ നോക്കിയാൽ മതി. സമയം അറിയാൻ വലിയ വലിയ വില കൂടിയ വാച്ച്, ഫോണ് എല്ലാം ഉണ്ട്. എവിടെ നോക്കിയാലും നേരാണ്. എല്ലാ റൂമിലും ക്ലോക്ക് ഉണ്ട്, കയ്യുമ്മ വാച്ചുണ്ട്, അതിൻ്റെ പുറമെ മൊബൈലിൽ സമയം നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ എന്നാൽ ഒന്നിനും സമയമില്ല. എല്ലാം നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, മനസ്സ് മാത്രം നമ്മളെ കൺട്രോളല്ല. ബാക്കിയൊക്കെ നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിനെ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വിഷമങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും ഉത്കണ്ഠയിലേക്കൊക്കെ ജീവിതം വഴിമാറിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ അത്ഭുതപ്പെടുകയാണ്. 80 വയസ്സുള്ള ഒരാളെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ആശുപത്രി കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത് പോലും ആ സാധുവിന് അറിയില്ല. അയാൾ കാലിൻ്റെ വിഷവള്ളിയാണ് മുറിച്ചിക്കണേ. നമ്മൾ ഈ കാലിൻ്റെ മടമ്പിൻ്റെ ബാക്കിലുള്ള വള്ളി ഉണ്ടല്ലോ, അത് മുറിച്ച അവിടുന്ന് മരിച്ച, അത് കൊത്തി നുറുക്കി വെച്ചാണ് മൂപ്പരാകെ മരിച്ചാൻ വേണ്ടി കണ്ട്. 80 വയസ്സുണ്ട്. ഭാര്യ മരിച്ച് കുറച്ച് ദിവസമായി, ആരും നോക്കാനില്ല. അപ്പോൾ മക്കൾക്ക് ഞാനൊരു ഭാരമായി എന്ന് മൂപ്പർക്കൊരു തോന്നൽ. അങ്ങനെ മക്കൾ പറയണേ മക്കൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നാണ്. അത് കണ്ടപ്പം എന്താ എനിക്കെന്താ തോന്നിയ നിങ്ങൾ? എനിക്ക് തോന്നിയത് എപ്പോഴും ആണുങ്ങളാണ് ആദ്യം മരിച്ചാൽ നല്ലത്. പെണ്ണുങ്ങൾ മരിച്ചാൽ വല്ലാത്ത ഇടങ്ങാറാണ്. നമ്മളെ ബാപ്പ മരിച്ചതാണ് എപ്പോഴും നല്ലത്, ഉമ്മ മരിച്ചതിനേക്കാൾ നല്ലത്. കാരണം ഉമ്മാനെ നമുക്ക് നോക്കാൻ വയ്ക്കും. ഉമ്മ വേറെ കുട്ടികളെ കയറ്റിയാൽ നടന്നോളും. ഉമ്മക്ക് വലിയ ആവശ്യങ്ങളുണ്ടാവില്ല. പക്ഷെ ബാപ്പ മരിച്ചാൽ ആ ഉമ്മാനെ നമുക്ക് പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വയ്ക്കില്ല. പിന്നെ ആര് ചായ ഉണ്ടാക്കിയാലും എൻ്റെ ഖദീജ ഉണ്ടാക്കിയ ചായൻ്റെ മാതിരിയല്ല എന്നാണ് പറയാം. എന്നാൽ ഖദീജ ചായ ഉണ്ടാക്കിയ കാലത്ത് ഖദീജാനോട് പറഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ ചായ ഉസാറാണ്. ഖദീജ മരിച്ചപ്പോൾ മരോള് കൊണ്ടുവന്ന ചായ നോക്കിയിട്ട് പറയുന്നത് എൻ്റെ ഖദീജാൻ്റെ ചായ ഒരു ചായയെന്ന് പറയും. അതോടെ മരോളെ മൂടാണ് പോകും. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ച് എന്തിനറിയാം നിങ്ങൾ? പെണ്ണുങ്ങൾ മരിച്ചു. അപ്പോൾ മൂപ്പര് ഭാരമാണ് കുടുംബത്തിന്, മക്കൾക്കൊക്കെ മൂപ്പരെ കൊണ്ട് എല്ലാവരും കൊണ്ട് ഇടങ്ങാറാണ് മൂപ്പർക്കാണ് തോന്നുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഒരു 80 വയസ്സിലൊക്കെ ഒരാൾ മരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്ര ഈമാൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ അയാൾ എത്തിക്കണമെന്നാണ്. കാരണം കുറച്ചും കൂടി കാത്തുനിന്നാൽ മതി അല്ലേ, അതിന് പറ്റണില്ല ആൾക്കാർ. ഞാൻ പറഞ്ഞത് അത്രയും പ്രതിസന്ധികൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയും എന്താ വാപ്പാക്ക് എന്താ കുറവ് അല്ലേ, വാപ്പാക്ക് എന്താ കുറവ്, വാപ്പാക്ക് അവിടെ സൗകര്യമുണ്ട്, AC വെച്ച് കൊടുത്തേക്കണ്, എല്ലാ സൗകര്യമുണ്ട് വാപ്പാക്ക്. അവിടെ എന്താണ് ചെറിയ മകൻ്റെ അടുത്താണ് നിൽക്കുന്നത്, ഓനവിടെ ഉണ്ട്, ഓന് പീടിയാണ്, ഓൻ രാവിലെ വരും വൈകുന്നേരം വരും ഒക്കെ ചോദിക്കുന്നുണ്ട്. വാപ്പാക്ക് ഇപ്പോൾ എന്തിൻ്റെ കുറവാണുള്ളത്? സഹോദരങ്ങൾ, ഒരു കുറവുമില്ല.
ഭൗതികമായി നമ്മൾ എന്ത് നോക്കിയാലും ഒരു കുറവും നമുക്കവിടെ കാണാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു കുറവ് അവിടെ ഉണ്ട്, എന്തോ ഒരു സമാധാനക്കേടുണ്ട് അവിടെ. അതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എല്ലാവർക്കും പ്രശ്നമാണ്. നിങ്ങൾ കുട്ടികളെടുത്താലുണ്ട് അല്ലേ, കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ടെൻഷനാണ്. പണ്ടത്തെ മാതിരിയല്ല ഇപ്പോൾ, പരീക്ഷയ്ക്കൊക്കെ ഭയങ്കര ബേജാറാണ്. പണ്ടൊക്കെ എത്രങ്ങാനും കുട്ടികളാണ് ഓരോ പെരിയിൽ അപ്പുറം ഇപ്പുറം അയലോകത്തൊക്കെ ഉണ്ടായിരുന്നു. ആർക്കും ഒരു ഇടങ്ങേറില്ലേന്ന്, അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാവരും നോക്കും അല്ലേ. ഞാനൊക്കെ എൻ്റെ സ്കൂള് റോഡിൻ്റെ അങ്ങേ പൊളിയിലേന്ന്. അപ്പോൾ മഞ്ചേരി അങ്ങാടി കൂടെ, ആ അങ്ങാടിയിലെ വലിയ റോഡ് കൂടെ അപ്പുറത്ത് എൻ്റെ സ്കൂള്. അപ്പോൾ അതിനെ ബലങ്ങുറപ്പിച്ചായിരുന്നു. നമ്മൾ സ്കൂളിൻ്റെ അപ്പുറത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ബലങ്ങുറപ്പിച്ച് തരും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ ഒറ്റക്കൊന്ന് ബലങ്ങുറിച്ചണം എന്നാണ്. ഇതിപ്പോൾ എന്നും ഇങ്ങനെ ബലങ്ങുറപ്പിച്ചാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്കൂളിട്ടിട്ട് മൂത്രപ്പരയിലൊക്കെ പോയി എല്ലാവരും ബലങ്ങുറിച്ചിട്ട് നേരം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നേരെ വന്ന് ഒറ്റയ്ക്ക് ബലങ്ങുറിച്ച് ആലോചിച്ചിട്ട് അങ്ങനെ ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് ആ വലിയ പാണ്ടിക്കാട് റോഡ് ഒറ്റക്കാണ് ബലങ്ങുറിച്ച്. അപ്പുറത്തേക്ക് ഇവിടെ എത്തിയില്ല എന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു പ്രസ് എടുത്തുന്ന ഒരാളുടെ അയാൾ മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തെടുക്കട്ടെ. എൻ്റെ തലക്കൊരു മേട്ടാണ് പേടിയുണ്ട്. പൊന്നീച്ച പാറി ഇപ്പോഴും ചോർമ്മ പാറി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ബലങ്ങുറിച്ചീന, അതായത് മൂപ്പർക്ക് സംസാരിക്കാൻ അറിയില്ല അയാൾക്ക്. അപ്പോൾ ഞാൻ എൻ്റെ പെരയിൽ പോയിട്ട് എൻ്റെ വാപ്പാനോട് പറഞ്ഞു, വാപ്പാൻ്റെയൊക്കൊന്നും കിട്ടിയൊന്ന്. ഇനി നമ്മൾ പെരയിൽ പോയി പറഞ്ഞാൽ വാപ്പ ചിലപ്പോൾ അവനെ പോയി തല്ലും. അപ്പോൾ അത് കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇടങ്ങേറില്ല. ഇന്നിപ്പോൾ ഒരു കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വല്യാപ്പിയും വല്യമ്മയും എല്ലാവരും കൂടി ലീവ് എടുത്തു ഒരു കുട്ടീനെ നോക്കാൻ. അത്രയും ആളുകൾക്ക് പ്രശ്നങ്ങളാണ്, ടെൻഷനാണ്, സമാധാനമില്ലായ്മയാണ്, പ്രശ്നങ്ങളാണ്. ഇപ്പോൾ സഹോദരങ്ങൾ, ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കണം. എല്ലാവരും ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ചൊരു ജോലിക്ക് പ്രശ്നം, ജോലി കിട്ടാത്ത, പഠിച്ചിട്ട് ആദ്യമൊക്കെ പഠിച്ചൊരു കോഴ്സ് സെലക്ട് ചെയ്യാനും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനും അത് പഠിക്കാനുള്ള ഇടങ്ങേറ്, അത് പഠിച്ചിട്ട് പിന്നെ അതിനനുസരിച്ചൊരു ജോലി കിട്ടാത്ത പ്രശ്നം, ഇതൊക്കെ കിട്ടി നോക്കുമ്പോൾ പെണ്ണ് കിട്ടാത്ത പ്രശ്നം, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നിങ്ങളെന്താ പറയണത്? കഴിഞ്ഞ ദിവസം ഒരു പിതാവ് പറയാണ്, 27 വയസ്സുള്ള മകനും 24 വയസ്സുള്ള പെണ്ണിനെ കാണാൻ പോയി, മുട്ടായി എടുക്കാൻ പോയിട്ട് മുട്ടായി മാണ്ടായിരുന്നു, മാങ്ങിക്കൊണ്ടേ മുട്ടായി മാണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ വയസ്സ് 3 വ്യത്യാസമുണ്ടെന്ന്, 3 വയസ്സ് വ്യത്യാസമുണ്ടെന്ന്. അതുകൊണ്ട് ഒരേ വൈബ് ഉണ്ടാവില്ല. എത്ര പെണ്ണ് പറഞ്ഞാണ്, ഒരേ വൈബ് ഉണ്ടാവില്ല, 3 വയസ്സ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ. അപ്പോൾ മാണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ജോലി ഉണ്ടായി ഒക്കെ കഴിഞ്ഞ് ഒരു പെണ്ണിട്ടാൻ നോക്കുമ്പോൾ പെണ്ണിട്ടണില്ല. അതിന് മാതാപിതാക്കൾക്ക് ടെൻഷൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എൻ്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ബേജാറില്ല, എൻ്റെ മകന് 28 വയസ്സായി, ഓന് പെണ്ണിട്ടാത്തപ്പോൾ എൻ്റെ ടെൻഷൻ. പണ്ട് ഇവിടെ ആൾക്കാർ പറഞ്ഞു തന്നേരം പെൺകുട്ടികളെ കൊണ്ട് എടങ്ങാറായ കഥയെന്ന് ആൾക്കാർക്ക് പറയാമല്ലേ. ഇപ്പോൾ ആൾക്കാർ ആൺകുട്ടികളെ കൊണ്ടാണ് ഇടങ്ങാറാണ്, ഒക്കെ തല തിരിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സഹോദരങ്ങളെ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ വയസ്സായ ആൾക്കാർക്ക് ഓൾക്ക് പ്രതിസന്ധി ഉണ്ട്, മക്കളൊന്നും ഒപ്പല്ല, വലിയ ഓരോ വീട്ടിൽ ചെന്നാൽ ഇപ്പോൾ എന്താ അവസ്ഥകൾ ആലോചിച്ച്. പണ്ടത്തെ പൗരന്മാർ കോട്ടയന്മാരി ആകാൻ തുടങ്ങിയാണ് നമ്മളെ നാടൊക്കെ. പെരിയിലാരുമില്ല, മൂത്ത മോൻ ഖത്തറിൽ, മറ്റോ അബുദാബിയിൽ. ഇപ്പോൾ പെരുന്നാക്കൊക്കെ നമ്മളിങ്ങനെ ഒരു പെരിക്ക് ചെല്ലുമ്പം ആരുമില്ല, അവിടെ അങ്ങനെ വയസ്സായ വല്യമ്മ വല്യാപ്പി ഇങ്ങനെ കോറിപ്പിടിച്ച് കുത്തിരിക്കുക. മക്കളിന്ന് ചെറിയോൻ ഖത്തറിലാണോ, എല്ലാവരും കൂടി ഓൻ്റെ അടുത്തേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വന്നതാണ്. ഓല് പെരുന്നാൾ ദുബായിലായിരുന്നു, അല്ലെങ്കിൽ അവിടെ മൂത്തോൻ്റെ അവിടെയും ഖത്തറിന്നും ബഹ്റൈനിന്നൊക്കെ ഓല അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് പെരുന്നാൾ. ഞങ്ങളിവിടെ അങ്ങനെ കുത്തിരിക്കുക, ആപ്പി മീൻ ഇവിടെ പെരി ഒറ്റക്ക് കുത്തിരിക്കുകയാണ്. എല്ലാ സൗകര്യമുണ്ട്, ഉമ്മരത്ത് കാറുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ എന്താ നമ്മൾ പെരുന്നാൾക്ക് ആരപ്പം നിൽക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്, ഓലില്ല, പേരക്കുട്ടികൾ കളിപ്പിച്ചാലില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി, ഇതൊക്കെ പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ വലിയ നിരാശയിലൊക്കെ കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പം നിങ്ങൾ കുറേ പ്രശ്നങ്ങളായിട്ടേക്കാരം വന്നുകിണാകുക. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളപ്പം തന്നെ ഉണ്ടാവും. ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ ഇറക്കിയേക്കാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ കൂടെ തിരിച്ചു പോകുമ്പോഴും ഉണ്ടാവും. പക്ഷെ എന്താ നിങ്ങൾ ഒരു വ്യത്യാസം നമുക്ക് വരാനുണ്ട്, നമ്മളെ കൂടെ പടച്ചോണ്ട് എന്നുള്ളൊരു ബോധം വരാനുണ്ട്. ഒരു പ്രശ്നമല്ലാതെ നിൽക്കലല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. അതിനാണ് അള്ളാഹു നമ്മളെ ഈ ദുന്യാവുക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതം സാധ്യമല്ല. അത് നമുക്ക് തോന്നുകയാണ്. നമുക്ക് ഓനെ കാണുമ്പോൾ ഓനൊന്നുമില്ല, ആ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മൾ ഈ ഫേസ്ബുക്കാണ് തുറക്കുമ്പോൾ അങ്ങനെയാണ്. ഒരുത്തൻ പുതിയ കാറ് വാങ്ങിയിട്ടുണ്ടാവും, ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിയുണ്ടാവും, പുതിയ വാങ്ങിയുണ്ടാവും, പുതിയ കുടിയിരുന്നുണ്ടാവും.
25 കൊല്ലം വിവാഹ വാർഷികം ആഘോഷിക്കണമുണ്ടാവും. അപ്പോൾ ഇവിടെ ഡൈവോഴ്സായി നിൽക്കണോൻ അയക്ക് നോക്കുമ്പോൾ ഇടങ്ങേറുണ്ടാവും അല്ലേ? കുട്ടികൾ വലിയ പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടി പറഞ്ഞ ഫോട്ടോ ഇട്ടുണ്ടാവും ഫേസ്ബുക്കിൽ. ഇപ്പം എൻ്റെ കുട്ടി ഇവിടെ തോറ്റിക്കീക്കര പോന് ടെൻഷൻ തന്നെയാണ് കാണുമ്പം. അങ്ങനെ ഇത് തുറന്നാലൊക്കെ ഒരു സന്തോഷം കിട്ടില്ല ആൾക്കാർക്ക്. കുറച്ച് കോമഡി കണ്ട് ചിരിച്ചു എന്നല്ലാതെ ഉള്ളിൽ ബേജാറും ടെൻഷനും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എന്തരങ്ങൾ, നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഏതൊരു സാധനവും അത് ഉണ്ടാക്കിയത് ആരാണോ ഓനാണത് പറയേണ്ടത്. നമ്മളിപ്പോൾ ഒരു ടയോട്ടൻ്റെ കാറ് വാങ്ങിയാൽ അതിന് ടയോട്ട ഒരു മാനുവൽ ഇറക്കിയിട്ടുണ്ടാവും, അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അതേപോലെ നമ്മളെ ഈ കഴിവുകളും നമ്മളെ ഈ കോശങ്ങളും നമ്മളെ ഈ അതിബൃഹത്തായ ഈ ശരീരവും മനസ്സുമെല്ലാം സംവിധാനിച്ച പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നമുക്ക് സമാധാനം കിട്ടുക എന്ന് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചെന്താ പറയുക, കുറേ സന്തോഷം ഉണ്ടായാൽ സമാധാനം ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. കുറേ വിജയങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? സന്തോഷം കുറച്ചേരെ ഉണ്ടാവുള്ളൂ. ഒരു വിജയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൊലിപ്പ് കുറച്ചേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ സമാധാനം എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അപ്പുറത്തുള്ള സാധനമാണ്. അത് ഒരു വിജയം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സന്തോഷങ്ങൾ കൊണ്ടോ കൊണ്ടുവരാൻ പറ്റിയൊരു സാധനമല്ല സമാധാനം, മനസ്സിൻ്റെ സമാധാനം എന്നത്. അത് പടച്ചോൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലൂടെ, ഓർമ്മയിലൂടെ, ദിക്റിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്. അതെന്തൊരു സുബ്ഹാനല്ലാഹ് ചെല്ലൽ മാത്രമല്ല, അൽഹംദുലില്ലാഹ് ചെല്ലൽ മാത്രമല്ല, അല്ലാഹു അക്ബർ എന്ന ദിക്ർ ഉച്ചരിക്കലല്ല, ഖുർആൻ ഓതൽ മാത്രമല്ല, നമസ്കരിക്കൽ മാത്രമല്ല, അല്ലാഹു എന്നൊരു ബോധമുണ്ട് നമുക്കുണ്ടാകേണ്ടത്. എൻ്റെ ജീവിതം എനിക്ക് സംവിധാനിച്ചു തന്ന, എനിക്ക് ഫ്രീ ആയി തന്ന ഈ അവയവങ്ങളും ഈ അനുഗ്രഹങ്ങളുമെല്ലാം എനിക്ക് സൗജന്യമായി തന്ന, എന്നെ എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ മരിപ്പിക്കുന്ന, മരണാനന്തരം എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, എന്നെ വിചാരണ ചെയ്യുന്ന, എന്നെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റുന്ന ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ. എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ തന്നതാരാണ്? അല്ലാഹു ആണ്. എൻ്റെ പ്രശ്നങ്ങളിൽ എനിക്ക് ഏറ്റവും നല്ല പരിഹാരം അറിയുന്നവനാരാണ്? അല്ലാഹു ആണ്. ആ പരിഹാരം നൽകാൻ കഴിവുള്ളവനാരാണ്? അല്ലാഹു ആണ്. ആ പ്രശ്നങ്ങൾ മാറ്റിത്തരാൻ കഴിവുള്ള ഏകനായ അല്ലാഹു ആണ്. ആ അല്ലാഹുവിനെ പറ്റിയുള്ള ബോധമാണ് അല്ലേ? നമുക്ക് പ്രശ്നങ്ങൾ വേറെ ആരോ തന്നതാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്ന അർത്ഥമുണ്ട്. നമുക്ക് പ്രശ്നങ്ങൾ തന്നത് അല്ലാഹു ആണ്. പ്രശ്നങ്ങൾ മാറ്റാൻ കഴിവുള്ളതും അല്ലാഹുവിനാണ്. ആ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മളെക്കാൾ നന്നായി അറിയുന്നതും അല്ലാഹുവിനാണ്. ആ അല്ലാഹുവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആ അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, ആ അല്ലാഹുവിലാണ് ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നത്, ആ അല്ലാഹുവിനോടാണ്, ആ അല്ലാഹുവിലേക്കുള്ള യാത്രയാണ് ഈ ജീവിതം. ആ അല്ലാഹുവാണ് എന്നെ മരിപ്പിക്കുന്നത്, ആ അല്ലാഹുവാണ് എൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നത്, ആ അല്ലാഹുവാണ് എൻ്റെ കർമ്മരേഖക്കനുസരിച്ച് നാളെ എന്നെ വിചാരണ ചെയ്യുന്നത്, ആ അല്ലാഹുവാണ് എന്നെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റുന്നത്. ആ അല്ലാഹു കാരുണ്യവാനാണ്, പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. ഈ ഒരു ബോധം സഹോദരങ്ങളെ, അത് മനുഷ്യന് നൽകുന്ന ഊർജം ചെറുതല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവെ പറ്റിയുള്ള ബോധം, ഓർമ്മ, സ്മരണ, അതാണ് സമാധാനം തരേണ്ടത്. അതല്ലാത്ത ഒന്നിനും നമുക്ക് ശാശ്വതമായ സമാധാനം തരാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിജയമോ സന്തോഷമോ കിട്ടിയാൽ അത് വളരെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. ഒരു മല സ്വർണ്ണ കൂമ്പാരം നിങ്ങൾക്ക് നൽകിയാലും കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും അടുത്ത മല എവിടെയാണെന്നുള്ളത്. പിന്നെ ഒരു മല കൊണ്ട് സന്തോഷം കിട്ടൂല, പിന്നെ 2 മല. നിങ്ങൾ നോക്കി, നിങ്ങളെ ശമ്പളം 10,000 ഉറുപ്പ്യാണ് ഒരു മാസം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 മാസം അതിൻ്റെ സന്തോഷം ഉണ്ടാവും, 3-ാമത്തെ മാസം അത്ര സന്തോഷം ഉണ്ടാവില്ല, പിന്നെ അതൊരു 12,000 15,000 ഒക്കെ ആക്കുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യൂല,
ദുന്യാവിൻ്റെ കാര്യം അങ്ങനെയാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇവിടെ നമ്മുടെ മുമ്പിൽ സന്തോഷമെന്ന് ഇവിടെ ഈ ആളുകളെല്ലാം അവതരിപ്പിക്കുന്ന സന്തോഷമെന്നത് അത് നമ്മളെ വഞ്ചിച്ച് കളയാണ് ചെയ്തത്. നമ്മളൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മളതിൽ വഞ്ചിക്കപ്പെടാൻ പാടില്ല അല്ലേ? ഈ ദുനിയാവ് ഒരു വഞ്ചനാചരക്കാണ്. ദുനിയാവിൻ്റെ ആളുകൾ അവരുടെ വ്ളോഗിലൂടെയും അവരുടെ വീഡിയോയിലൂടെയും അവരുടെ റീൽസിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ തള്ളിക്കൊണ്ടിരിക്കണം. എന്താണ് സമാധാനമല്ലേ? ഒരു യാത്ര പോകൂ. കുറേ ആൾക്കാർ ടൂർ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ ഇടുകയാണ്, ഓലിങ്ങനെ അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നും ഒരു യാത്ര പോയാൽ ഒരു സമാധാനം കിട്ടും അല്ലേ? കുറേ യാത്ര ചെയ്താൽ സമാധാനം കിട്ടും. അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കിയാൽ ഓരോരോ സ്ഥാപനങ്ങൾ തുറക്കുക, കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോൾ സന്തോഷം കിട്ടുമെന്ന് നമുക്ക് തോന്നും അല്ലേ? ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആരാണെങ്കിലും നമുക്ക് തോന്നും നമുക്ക് കുറേ ലൈക്ക് കിട്ടിയാൽ, നമുക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നും. പക്ഷേ സഹോദരങ്ങളെ, നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭക്ഷണമുണ്ട്. ആത്മാവിനൊരു ഭക്ഷണം അള്ളാഹു നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ അല്ലേ, നമ്മുടെ ശരീരത്തിന് ഭക്ഷണമുണ്ട്, നമുക്കറിയാം. നമ്മുടെ ശരീരത്തിന് കുറേ ആവശ്യങ്ങളുണ്ട്. പക്ഷേ ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടാലും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ മനസ്സിനും ചില ഭക്ഷണമുണ്ട് എന്നാണ്. അതിന് സ്നേഹം കിട്ടണം അല്ലേ? അതിന് അള്ളാഹുവിൻ്റെ ഒരു വലിയ തണൽ വേണം അല്ലേ? ഒരു നമുക്ക് അവലംബിക്കാൻ, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, നമുക്ക് രക്ഷ ചോദിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഒരു തണൽ കിട്ടാൻ നമുക്ക് ഒരു അവലംബം വേണ്ടതുണ്ട്. അത് അള്ളാഹുവാണ്. അത് നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ നന്നായി അറിയുന്ന, നമ്മളെ മാതാപിതാക്കളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു റബ്ബ് എന്നാണ് റബ്ബുൽ ആലമീൻ. ഫാത്തിഹയിൽ, വിശുദ്ധ ഖുർആനിൻ്റെ തുടക്കത്തിൽ, നമ്മളെന്നും നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹയിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കുറച്ച് പദങ്ങളുണ്ട്. അത് മാത്രം മതി റബ്ബ് ആരാണെന്ന് മനസ്സിലാക്കാൻ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കി, റഹ്മാനും റഹീമുമായ അള്ളാഹു, റബ്ബുൽ ആലമീനായ അള്ളാഹു. ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും നമുക്ക് വേണ്ട സകലമാന സൗകര്യങ്ങളും സംവിധാനിക്കുകയും ചെയ്ത നമ്മളെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, അതെന്ന് മുതലാണ്? നമ്മളെ വാപ്പിയമ്മയും കല്യാണം കഴിച്ചത് മുതലാണ് നമുക്ക് മാതാപിതാക്കൾ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വരുന്നത്. പക്ഷേ അതിനേക്കാൾ മുമ്പ് നമ്മളെ ആത്മാവിനെ സൃഷ്ടിച്ചവൻ, നമ്മളെ ആത്മാവിനെ കാത്തു സൂക്ഷിച്ചവൻ, നമ്മളെ ആ ഗർഭാശയത്തിൽ നമ്മളെ സംരക്ഷിച്ചവൻ അല്ലേ? നമ്മളൊന്നും അറിയാതെ ഈ ഭൂമിയിൽ ജന്മം നൽകി നമുക്കെന്ത് ചെയ്തു? ആ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഗർഭാശയത്തിൽ നമ്മൾ ആ പൊക്കിൾ കൊടി വഴി സ്വീകരിച്ച ഓക്സിജനെ പുറത്തേക്ക് വന്നപ്പം ഒരൊറ്റ ശ്വാസത്തിലൂടെ, ഒരൊറ്റ കരച്ചിലൂടെ അതിൻ്റെ സ്വിച്ച് മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതുവരെ രക്തത്തിലൂടെ സ്വീകരിച്ച ഓക്സിജൻ ഒരു കരച്ചിലൂടെ പുറത്തേക്ക് വരുമ്പം ഒരു ശ്വാസകോശത്തിലൂടെ നമ്മൾ ഈ വായു സ്വീകരിക്കുകയാണ്. ഒരു ട്രയലും കൂടി ഇല്ല, ഒരു ടെസ്റ്റ് ചെക്കിങ് കൂടി ഇല്ല. ഫസ്റ്റ് ആ കരയുന്നതോടുകൂടി നമ്മളെ ശ്വാസകോശം കണ്ട് ഓപ്പൺ ആക്കുകയാണ്. പിന്നെ നേരെ ബ്ലഡിൽ നിന്ന് അതുവരെ നമുക്ക് പൊക്കിൾ കൊടിയിലൂടെ കിട്ടിയ ഓക്സിജൻ നേരെ അന്തരീക്ഷ വായുവിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് വരികയാണ്. ഒരൊറ്റ സ്വിച്ചിന് മാറ്റിയാറല്ലേ നമ്മൾ കറണ്ട് വരുമ്പോൾ സ്വിച്ചിന് മാറ്റി കൊടുക്കൂലേ? അത് ജനറേറ്ററിന് ഓഫാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റി ആ മോഡ് മാറ്റി കൊടുക്കുന്ന മാതിരി ആ ഒരൊറ്റ കരച്ചിലൂടെ നമ്മളെ മോഡ് മാറി നമ്മൾ ഈ അന്തരീക്ഷ വായുവിൽ ശ്വസിക്കാൻ തുടങ്ങി അല്ലേ? നമ്മളൊന്നും അറിയാതെ ഒരു കുഞ്ഞുങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കണം എന്ന് ഖുർആൻ പറയുമ്പം നമ്മളതിൻ്റെ ഒരു ലോജിക്ക് ആലോചിച്ചാൽ മതി. ലോകത്ത് മറ്റേത് ജീവിയെക്കാളും മാതാപിതാക്കളോട് ഏറ്റവും കടപ്പെട്ട് കിടക്കുന്ന ജീവി മനുഷ്യനാണ്. കാരണം മനുഷ്യൻ്റെ ആ ശൈശവം എന്ന് പറഞ്ഞത് വളരെ ദീർഘമായൊരു കാലഘട്ടമാണ്. വേറൊരു സൃഷ്ടിക്കും അത്ര ദീർഘമായൊരു ശൈശവമല്ല. ജനിച്ചൊക്കെ തന്നെ ഇറങ്ങി മണ്ടു. ഏത് നായ്ക്കുട്ടിയാണെങ്കിലും പൂച്ചക്കുട്ടിയാണെങ്കിലും അത് ഇറങ്ങിപ്പായും. ഒരു താറാവ് മുട്ട വിരിഞ്ഞാൽ അത് നിങ്ങൾ വെള്ളത്തിൽ കൊണ്ടിട്ട് അത് നീന്തും. പക്ഷെ മനുഷ്യൻ ഒരു സുദീർഘമായ കാലഘട്ടം തൻ്റെ മാതാപിതാക്കളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം മാതാപിതാക്കൾ എന്നോട് കരുണ കാണിച്ചതുപോലെ ഇനി അവരോട് കരുണ കാണിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണത് അല്ലേ? മാപ്പിമ്മയും നമുക്ക് അസുഖമായപ്പം ഉറങ്ങാതെ ഉമ്മ നമ്മളെ സംരക്ഷിച്ചു
അല്ലേ? ഉമ്മ നമ്മളെ നോക്കി ഉറക്കൊഴിച്ച് നോക്കി. അത് മാതാപിതാക്കളുടെ കാരുണ്യമാണ്. അള്ളാഹു മാതാപിതാക്കൾക്ക് മക്കളിൽ വെച്ച കാരുണ്യമാണ് സഹോദരങ്ങളെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. റഹ്മാനും റഹീമുമായ ഒരു അള്ളാഹുവിനെ നമ്മൾ ഈ എന്താണ് ഖുർആനിലൂടെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ദിവസം നമ്മൾ എത്ര പ്രാവശ്യമാണ് അത് പറയുന്നത്. അങ്ങനത്തെ ഒരു അള്ളാഹുവാണ് നമ്മുടെ ഹൃദയത്തെ സംവിധാനിച്ചത്. ആ അള്ളാഹുവാണ് നമ്മളെ പറഞ്ഞതെന്ത്? ഹൃദയത്തിൽ സമാധാനം എങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഏറ്റവും അർഹതയുള്ളത് ആ റബ്ബിനാണ്. ആ റബ്ബ് പഠിപ്പിച്ച മാർഗമാണെന്ത്? എങ്ങനെയാണ് ഹൃദയത്തിന് സമാധാനം കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അള്ളാഹു കാണിച്ചു തന്ന ആ മാർഗം അത് സ്വീകരിക്കുകയല്ലാതെ ഇതിന് യാതൊരു മാർഗമില്ല. ഇതിന് വേറെ യാതൊരു മാർഗം നമുക്ക് സമാധാനം കിട്ടാല്ല. നമ്മൾ വേറെ എന്തിനും നമ്മൾ സമാധാനം കണ്ടെത്തിയാലും, ഇപ്പോൾ മദ്യത്തിൽ സമാധാനം കണ്ടെത്തുന്നവർ, മയക്കുമരുന്നിൽ സമാധാനം കണ്ടെത്തുന്നവർ, ഈ കോമഡിയിൽ, ഈ എൻ്റർടൈൻമെൻറ്റിൽ, ഇതിലൊക്കെ സമാധാനം കണ്ടെത്തുന്ന ആളുകൾ തൽക്കാലം നമുക്കൊന്ന് ചില്ല ഔട്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, കുറച്ചൊരു സമാധാനം കിട്ടാമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേക്കിന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുക സഹോദരങ്ങളെ? നിങ്ങളൊരു സിനിമയ്ക്ക് പോയി അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും ഒരു പാർക്കിൽ കുറച്ച് നേരം പോയിരുന്നു. ആ ഇരിക്കുന്ന നേരത്ത് ചിലപ്പോൾ ഒരു സമാധാനം കിട്ടും. തിരിച്ച് വീണ്ടും നിങ്ങൾ റൂമിലേക്ക് എത്തുമ്പം, ജോലി സ്ഥലത്തേക്ക് എത്തുമ്പം ഒരു 3 ദിവസം ടൂർ പോയി. ആ ടൂർ കഴിഞ്ഞ് പിന്നെയും വരാനുള്ള ഈ ജോലി സ്ഥലത്തേക്ക് തന്നെയാണ്, ഈ പെരീക്ക് തന്നെയാണ് വരാനുള്ളത്. അതിലേറെ ഇരട്ടി സങ്കടമായിട്ട് തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഒളിച്ചോട്ടം എന്നതല്ല, ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതെന്താണ്? അള്ളാഹുവിനെ നമ്മൾ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അതാണ് മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം. അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എല്ലാം അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നോട് കാരുണ്യം കാണിക്കുന്ന, എന്നെ സൃഷ്ടിച്ച, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ മരിപ്പിക്കുന്ന, എൻ്റെ പ്രശ്നങ്ങളെ ഏറ്റവും നന്നായി അറിയുന്ന, എൻ്റെ കഷ്ടപ്പാട് ഏറ്റവും നന്നായി നോക്കിക്കാണുന്ന, ആ കഷ്ടപ്പാടിൻ്റെ പരിഹാരങ്ങൾ ഏറ്റവും നന്നായി അറിയുന്ന, ആ പരിഹാരങ്ങൾ തരാൻ കഴിവുള്ള ഏകനായ അള്ളാഹുവിനെയാണ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നതും, ഞാൻ ഏറ്റവും എന്താണ് ആ റബ്ബിനെയാണ് ആ റബ്ബിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് എന്നും നമ്മളെ മനസ്സിൽ നമുക്കൊരു യഖീനുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്കില്ലാത്തതാണ് നമ്മളെ പ്രശ്നം. ഒന്ന് നമ്മൾ അള്ളാഹുവിനെ എന്തെങ്കിലും നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ ഒമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്നാണ്. നമ്മൾ റബ്ബിനെന്താ പറയുക, നമ്മളെന്തോ നരകത്തിടാൻ വേണ്ടി നമ്മളെ പടച്ചോൻ നമ്മൾ തെറ്റ് ചെയ്താൽ നേരെ നരകത്ത് കൊണ്ടിടാൻ വേണ്ടി ഒരു പടച്ചോനാണ്, അങ്ങനെ ഉണ്ടാക്കിയൊരു പടച്ചോനാണ് എന്ന പല ഒരു തെറ്റിദ്ധാരണ. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ കോപത്തെക്കാൾ അതിജയിച്ച് നിൽക്കുന്നത്. നോക്കി, ഈ നരകം പോലും അല്ലേ, ഈ നരകത്തെപ്പറ്റി നൽകുന്ന മുന്നറിയിപ്പ് പോലും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതെന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്? അത് മനസ്സിലാക്കാൻ എന്താ സഹോദരങ്ങളെ, നമ്മളെ ഒരു വഴിയിൽ ഒരു അപകടമുണ്ട് എന്ന് ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പം അല്ലേ, നിങ്ങളിപ്പോൾ തിരിച്ചു പോകുമ്പം ഇന്ന റൂട്ട് കൂടെ പോകണ്ട, അവിടെ ഒരു ഇലക്ട്രിക് ലൈന് മുറിഞ്ഞ് കിടക്കുന്നുണ്ട്, നിങ്ങൾ മഴപ്പത്ത് മഴ പെയ്ത് കാറ്റിൽ എന്ത് ഒരു ആ കേബിള് പൊട്ടിക്കിടക്കുന്നുണ്ട്, കറണ്ടിൻ്റെ ലൈനിൽ അവിടെ ചാടിക്കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ സാധാരണ വീട്ടിലേക്ക് പോണ റൂട്ടിൽ പോകണ്ടട്ടോ, അപ്പുറത്ത് കൂടെ പോയിക്കോളി എന്ന് ഒരാൾ രാത്രി നമ്മളെ വിളിച്ച് പറയുമ്പം നമ്മൾ അയാളോട് ചോദിക്കുമോ, ഇജെന്താ പേടിപ്പിച്ചെന്നാ ചോദിക്കുക. നമ്മൾ ഓനെ നന്ദിയോട് ഓർക്കുകയാണ് ചെയ്യുക, നന്ദി പറയുകയാണ് ചെയ്യുക. കാരണം നമ്മൾ പോകേണ്ട റൂട്ടാണത്, നമ്മളിന്ന് രാത്രി പെരീക്ക് പോണ വഴിയാണത്. ഓനെ പറഞ്ഞുകൊണ്ട് നമ്മൾ മാറിപ്പോവാണ്. സഹോദരങ്ങളെ, അള്ളാഹു നരകത്തെപ്പറ്റി താക്കീത് ചെയ്യുമ്പോൾ, നരകത്തിൻ്റെ ശിക്ഷയെപ്പറ്റി പറഞ്ഞു തരുമ്പോൾ, സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൽ ഞങ്ങൾ എന്തുകൊണ്ട് സ്വർഗത്തിലായി, ഞങ്ങൾ എന്തുകൊണ്ട് നരകത്തിലായി എന്ന് അവർ പറയുന്നുണ്ട് ഖുർആനിൽ. ഞങ്ങൾ ഈ വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു, അതുകൊണ്ടാണ് ഒരു സ്വർഗത്തിൽ പോയത്. ആ വിചാരണ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഇതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തരികയാണ്, ആ വഴിക്ക് പോകണ്ടട്ടോ, ഇന്നതൊന്നും ചെയ്യണ്ടട്ടോ, നരകത്ത് പോകട്ടോ, നിങ്ങളങ്ങനെ പോലിട്ടോ, നിങ്ങൾ നരകത്തിൻ്റെ ആളുകളാകല്ലിട്ടോ, നിങ്ങൾ മുനാഫിക്കിൻ്റെ സ്വഭാവം ഉണ്ടാകല്ലിട്ടോ, അല്ലേ, നിങ്ങൾ ഫാസിക്കാകല്ലിട്ടോ, നിങ്ങൾ കാഫിറുകളിൽ പെട്ട് പോകല്ലിട്ടോ, വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിം. നിങ്ങൾ ആലോചിക്കി, അള്ളാഹുവിൻ്റെ ഒരു ഗുണകാംശത്തിന് നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടവരരുത് എന്നാണ്. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ.
ഇതിനേക്കാൾ എങ്ങനെ ഇനി പറഞ്ഞുതരാം നമുക്ക്? എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തൊക്കെ തെറ്റ് പറ്റിയാലും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് കേട്ടോ എന്ന് പടച്ചോൻ പറയണം. ആ ആയത്ത് അള്ളാൻ്റെ റസൂല് എല്ലാ കുത്തുബകളിലും പ്രസംഗങ്ങളിലും, നിക്കാഹിൻ്റെ കുത്തുബ, ജുമാ കുത്തുബ, വെള്ളിയാഴ്ചത്തെ കുത്തുബ, പെരുന്നാൾ കുത്തുബ, ഏത് സുപ്രധാന മീറ്റിങ്ങിലും അള്ളാൻ്റെ റസൂല് തുടക്കത്തിൽ ഓതിയ ആയത്താണത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ യാ അയ്യുഹന്നാസു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അപ്പം അങ്ങനെ പറയണത് എന്താണ്? അത് അള്ളാൻ്റെ കാരുണ്യമാണ്. നിങ്ങളാഴ്ചക്ക് നിരന്തരം നമ്മൾ ഒരാളങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പം അതെന്ത് നമ്മളോടുള്ള ഗുണകാംക്ഷല്ലേ. പിന്നെ നമ്മളെ വാപ്പ എപ്പോഴും പറയണം, നോക്കാം ഈ ശ്രദ്ധിക്കണം കേട്ടോ, ഈ ശ്രദ്ധിക്കണം. നമ്മൾ വണ്ടി എടുക്കുമ്പോഴൊക്കെ പറയും അല്ലേ, ചില വാപ്പാരങ്ങനെയാണ്. വണ്ടി കയറി അപ്പം നമ്മൾ കാറുകൾ ശ്രദ്ധിച്ച് പോകണട്ടോ, ശ്രദ്ധിച്ച് പോകണട്ടോ. ചില വല്യമാർ പറയും കാക്കക്കോക്കി നടക്കണം കേട്ടോ പറയും. മഗ്‌രിബിന് നമ്മൾ നിസ്കരിച്ചാൽ പോകുമ്പം വല്യമ്മ പറയുന്നത് കാക്കക്കോക്കി നടക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പാമ്പ് പിടിച്ചണ്ടാന്ന് അല്ലേ. അതെന്താണ്? ആ ഗുണകാംക്ഷയാണ് നമ്മളോടുള്ളത്, അത് സ്നേഹമാണ്. അത് നമ്മളാരെങ്കിലും പേടുന്ന വല്യമ്മങ്ങളിൽ പേടിപ്പിച്ചെന്നാ പറയാ അല്ല. അപ്പോൾ അള്ള പറയുമ്പോൾ മാത്രം എന്താണ്? എന്താ പടച്ചോൻ പേടിപ്പിച്ചു, നിങ്ങളെ പടച്ചോൻ പേടിപ്പിച്ചെന്ന പടച്ചോനാ അല്ല സഹോദരങ്ങളെ. അങ്ങനത്തെ ഒരു കാരുണ്യവാനായ അള്ളാഹുവിനെ നമുക്കറിയാൻ സാധിക്കണം, മനസ്സിലാക്കാൻ സാധിക്കണം. ആ അള്ളാഹു നമ്മളെ കൂടെയുണ്ട്, എല്ലാം നോക്കിയും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും നമ്മളൊപ്പം ഉണ്ട് എന്നൊരു സമാധാനം ഉണ്ടല്ലോ അല്ലേ. ഇപ്പോൾ നമ്മളൊരാൾ തല്ലാൻ വരുമ്പം ഇപ്പോൾ നമ്മളെ എന്താണ് മൂത്താപ്പാൻ്റെ കുട്ടി നമ്മളെ പെണ്ടിയരിച്ച, നല്ല തടി മുടുക്കുള്ളൊരു ചങ്ങായി നമ്മളെ പെണ്ടിയരിച്ച, അപ്പോൾ നമുക്കൊരു സമാധാനം. ഇപ്പോൾ ആര് തല്ലാൻ ഓൻ്റെ ബാക്കൊക്കെ നിന്നാൽ മതി, ആദ്യത്തെ കിട്ടൽ ഓനെ കിട്ടുക, നമുക്ക് പായാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും. അതൊരു സമാധാനം തന്നെയല്ലേ. അപ്പോൾ എന്തിനും പോകുന്നൊരാൾ നമ്മളെപ്പം ഉണ്ട്, എന്തിനും പോകുന്നൊരു പടച്ചോം എൻ്റെ ഒപ്പം ഉണ്ട് എന്ന് പറയുമ്പം അതാണ് സഹോദരങ്ങളെ മൂസാ നബി അലൈഹിസ്സലാം കണ്ടത്. മൂസാ നബിൻ്റെ അനുയായികളൊക്കെ കണ്ടത് എന്താണ്? മുന്നിൽ ചെങ്കടലും ബാക്കിൽ ഫിറൗനെയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഓല് പറഞ്ഞത് എന്ത്? ഇന്നാല മുദ്റക്കൂൻ ഖാല അസ്ഹാബു മൂസ ഇന്നാല മുദ്റക്കൂൻ. മൂസ നമ്മൾ പിടിക്കപ്പെട്ടുട്ടോ എന്ന് മൂസാ നബിൻ്റെ അനുയായികൾ വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഓല് കണ്ടത് മുമ്പിൽ ചെങ്കടലും ബാക്കിൽ ഫിറൗനെയാണ്. പക്ഷേ മൂസാ നബി കണ്ടത് അതല്ല, കല്ല അങ്ങനെയല്ല എന്നാണ്. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന്. അപ്പോൾ മൂസാ നബി കണ്ടത് ചെങ്കടലും ഫിറൗനെയല്ല, പടച്ചോനെയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഏത് പ്രതിസന്ധിയിലും നമുക്ക് തുറക്കാൻ പറ്റാത്തൊരു വാതിൽ അള്ള നമ്മളെപ്പുണ്ടോ? അള്ള നമ്മളെപ്പുണ്ട സഹോദരങ്ങളെ, നമുക്ക് തുറക്കാൻ പറ്റാത്തൊരു വാതിലില്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു കുടുക്കില്ല. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ളൊരു ബോധം ഒരു വിശ്വാസിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു യക്കീനാണ്, ഒരു ഉറപ്പാണ്. അത് കിട്ടണമെങ്കിൽ പക്ഷേ എന്തു വേണം? ഒന്നാമത് ആ അള്ളാനെ അറിയേണ്ട പോലെ അറിയണം എന്നുള്ളതാണ്. അതിനാണ് ഈ ഖുർആൻ, അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം നമ്മളെ മുമ്പിൽ ജീവിച്ച് കാണിച്ചെന്ന്. 23 വർഷം ആ പ്രവാചകൻ നമുക്കിടയിൽ ജീവിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ജീവിച്ച് കാണിച്ചത് എന്തിനാണ്? ആ അള്ളാനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സംവിധാനം ഇല്ലാത്തൊരു കാലത്താണ്, ഒരു വീഡിയോ റെക്കോർഡിംഗ് ഇല്ല, ഒരു വോയിസ് ഇല്ല, വായും ചെവിയല്ലാതെ വേറൊരു സംവിധാനവും ഇല്ലാത്ത, അതായത് നബീനെങ്ങനെ കാണുമ്പം അതാ കൺകൊണ്ട് കാണുക, നബിൻ്റെ ശബ്ദം ആ ചെവി കൊണ്ട് കേൾക്കുക, അതിനപ്പുറത്തേക്ക് ഒരു സംവിധാനവും ഇല്ല കാലമായിരുന്നില്ല. ഒരു ഫോണില്ല, ഒരു റെക്കോർഡിംഗ് ഇല്ല, ടി വി ഇല്ല, ഒന്നുമില്ല. നേരിട്ട് കേൾക്കുക, നേരിട്ട് പറയാം, നേരിട്ട് കാണുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചൊരു കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാലും മതി. ഒരു സംവിധാനങ്ങളും ഇല്ലാത്തൊരു കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. ആ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി കണ്ണിലിങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. ആ ഹദീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഹദീസിലെ ഓരോ വാക്കുകളും സഹാബത്ത് പറയുമ്പം അള്ളാഹുവിൻ്റെ റസൂല് ചിരിച്ചു എന്ന് പറയുമ്പം നബിൻ്റെ പല്ല് ഏതൊക്കെ പല്ലിൻ്റെ എത്ര ഭാഗം കണ്ടു എന്ന് സഹാബികൾ പറയാണ്. അപ്പം ഹദീസ് വായിക്കുമ്പം നമ്മൾ നബിനെ നോക്കി കാണുന്നത് പോലെയാണ് സഹാബത്ത് താബീങ്ങൾക്ക് നബിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. 1400 വർഷമായി ആ പ്രവാചകൻ ജീവിച്ചു പോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നും ആ പ്രവാചകൻ നമുക്കിടയിൽ ജീവിക്കുന്നത് പോലെയാണ്. നബിയുടെ പരസ്യ ജീവിതം പരസ്യമാണ്. നബിയുടെ രഹസ്യ ജീവിതം പോലും അദ്ദേഹത്തിൻ്റെ പത്നിമാർ നമ്മുടെ ഉമ്മമാരായ
എന്താണ് ആയിഷ റളിയല്ലാഹു പോലുള്ള നമ്മുടെ ഉമ്മമാർ നമുക്ക് പറഞ്ഞു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഇങ്ങനെയായിരുന്നു, രാത്രി ഇങ്ങനെ നിസ്കരിച്ചിരുന്നത്, രാത്രി ഈ സൂറത്താണ് ഓതിയിരുന്നത്, രാത്രി നിസ്കാരം ഇങ്ങനെയായിരുന്നു, രാത്രി നബി ഞാനൊന്നിച്ച് കിടന്നപ്പോൾ നബി ഇങ്ങനെയായിരുന്നു പെരുമാറിയത്. ഇങ്ങനെ നബിയുടെ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ സകല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് ബാക്കി വെച്ചിട്ടാണ് പോയത്. അത്രത്തോളം നിങ്ങളൊക്കെ 1400 വർഷം ഒരു സംവിധാനം രേഖപ്പെടുത്താൻ ഒരു സംവിധാനവും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച ആ പ്രവാചകൻ്റെ ജീവിതം ഇന്ന് ഏറ്റവും ലൈവായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ് ഹദീസുകളിലൂടെ. അത് 1400 വർഷമായിട്ട് ഒരു തെറ്റുമില്ലാതെ കൃത്യമായ സനദുകളിലൂടെ കൈമാറ്റം ചെയ്ത് നമ്മുടെ മുമ്പിൽ ജീവസുറ്റതായി നിലനിൽക്കുകയാണ്. അതിൽ യാതൊരു കൺഫ്യൂഷനല്ല. ലൈലുഹാ കനഹാരിഹ എന്നാണ്. അതിൻ്റെ രാത്രി അതിൻ്റെ പകൽ പോലെ വെളിച്ചമുള്ളതാണ്. അതിലിരുട്ടില്ല, അവ്യക്തതയില്ല. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാൽ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. ഹലാലും ഹറാമിലൊന്നും ആർക്കും കൺഫ്യൂഷനല്ല. അതിൻ്റെ അടിയിൽ കുറച്ച് സംശയമുള്ളതുണ്ടെങ്കിലും അതിൻ്റെ അസിൽ ആർക്കും സംശയമല്ല സഹോദരങ്ങളെ. അത്രയും വ്യക്തമായി ഈ ദീന് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വേണ്ടി ബാക്കി വെച്ചത് എന്തിനാണ്? ഈ ഒരു സമാധാനത്തിൽ നമ്മൾ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ദീന് കൈക്കൊണ്ടവനെ സഹോദരങ്ങളെ, വമൻ അഅറളു അൻ ദിക്രി, എൻ്റെ ഓർമ്മയിൽ നിന്ന് ആരാണ് സഹോദരങ്ങളെ അകന്നുപോയത്, ഫഇന്ന ലഹു മഈശതൻ ലങ്ക എന്നാണ്. അവന് ഞെരുക്കമുള്ള ഒരു ജീവിതമായിരിക്കും അള്ളാഹു ബാക്കി വെക്കുക എന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പൈസ ഉണ്ടാവും, പക്ഷേ പൈസക്ക് സമാധാനം കൊണ്ടുതരാൻ പറ്റൂല. അല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി, പൈസ ഉള്ള ആൾക്കാരൊക്കെ 10 ഉറുപ്പ്യുള്ള കാലത്തേക്കാൾ സമാധാനക്കേടായിരിക്കും 1000 ഉറുപ്പ്യ ഉണ്ടാവുമ്പം. അതൊരു 1,00,000 കോടി ആവുമ്പം അതിനേക്കാൾ ഇടങ്ങേറേക്കാരം. കാരണം എന്താ വെച്ചാൽ 10 ഉറുപ്പ്യുള്ള 100 ഉറുപ്പ്യൻ്റെ കളിയാണ് കളിച്ചാൽ, 100 ഉറുപ്പ്യുള്ള 1000 ഉറുപ്പ്യൻ്റെ കളിയാണ് കളിച്ചാൽ. അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് തന്നെ ആൾക്കാർ നിൽക്കുക. ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ വിചാരിച്ചും കുറച്ചും കൂടി പൈസ കിട്ടിയാൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ അവന് വേറെ ഇൻവെസ്റ്റ്മെൻറ്റും വേറെ പരിപാടിക്കാരും. ഒരു പീടിയ കച്ചവടം ജയിച്ചാൽ ഓൻ അടുത്ത പീടിയ തുറക്കും. 2 പീടിയും 3 പീടിയും കച്ചവടം ആയാൽ പിന്നെന്ത് ചെയ്യും? പിന്നെ UAE-ലൊന്ന് ഓപ്പണാക്കും. അതോടുകൂടി ഉള്ള സമാധാനം പോവും. പിന്നെ അവിടെ കുറേ റിയാലും ദിർഹംസൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അവസാനം പറയും അവിടെ പറ്റിച്ചിങ്ങനെ അവിടെ പോയി നോക്കാൻ പറ്റിയില്ല, പാർട്ണർ മുങ്ങി, പിന്നെ പറ്റ സാധു ഇതന്നെ ഇവിടെ തുടങ്ങിയതിനടുത്തൊക്കെ ഈ ഗതിയിലേക്ക് എത്തും. അങ്ങനെ ആരും സഹോദരങ്ങളെ എന്താണ് പൈസ കുറേ കിട്ടിയരിച്ചുകൊണ്ട് ആർക്കും സമാധാനം ഉണ്ടാവും നിങ്ങൾ ആരും വിചാരിക്കണ്ട. കാരണം അങ്ങനെ സമാധാനം പൈസയിലൂടെ തരുമെന്ന് നമ്മളെ സൃഷ്ടിച്ച പടച്ചോൻ കൂടി പറഞ്ഞിട്ടില്ല. അപ്പോൾ വീടുണ്ടാവും. നമ്മൾ ചോദിച്ചാൽ ഒരു പെരണ്ടായാൽ പ്രശ്നം തീരും. നിങ്ങൾ ചോദിച്ചാൽ എത്ര പെരയിൽ വലിയ പെരയിലാണ് പ്രശ്നങ്ങളാണ്. വാപ്പിമ്മയും തമ്മിൽ പ്രശ്നം, മക്കൾ തമ്മിൽ പ്രശ്നം, മരുക്കൾ തമ്മിൽ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, സമാധാനം കിട്ടണമെന്നില്ല. ഇതൊക്കെ ഉണ്ടായാൽ സമാധാനം കിട്ടും എന്ന് നമുക്ക് ഒരു തോന്നൽ മാത്രമാണ്. സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്നതല്ല പ്രശ്നം. നമ്മളെ പ്രശ്നങ്ങൾ എത്ര വലുതാണ് എന്നതല്ല സത്യത്തിൽ പ്രശ്നം. നമുക്ക് എന്തെല്ലാം സാമ്പത്തികവും ശാരീരികവും മാനസികവും കുടുംബപരവും സാമൂഹികവുമായ എത്രത്തോളം പ്രതിസന്ധികൾ നമ്മളെ അലട്ടുന്നു എന്നതല്ല സത്യത്തിൽ പ്രശ്നം. അതാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നോ അവൻ വിജയിക്കും. സത്യത്തിൽ പ്രശ്നം എന്താണ് ചോദിച്ചാൽ, എൻ്റെ ഹൃദയത്തെ അള്ളാഹുവുമായിട്ട് എനിക്ക് കണക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും എൻ്റെ റബ്ബുമായി എനിക്കൊരു നല്ല ബന്ധമുണ്ട് എങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കേണ്ട സഹോദരങ്ങൾ. അതുകൊണ്ട് അതിനുള്ള മാർഗം എന്താണ്? ഇപ്പോൾ 2 ആൾക്ക് പ്രശ്നം, 2 ആൾക്ക് ഒരേ പാർട്ട്ണർഷിപ്പിൽ കച്ചവടം നടത്തുന്ന 2 ആൾ, അതിൽ ഒരു വലിയ ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന 2 ആൾക്കാർ പാർട്ട്ണർമാരാണ്. ഫർണിച്ചർ ഗോഡൗണാണ് കത്തി. ഇൻഷുറൻസ് ഒന്നും എടുത്തില്ല. ഇൻഷൂർ ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ നിന്നതാണ്. പക്ഷേ ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ മുമ്പ് ഈ ഷോപ്പ് മൊത്തമാണ് കത്തിപ്പോയി. ഒരു 5 കോടിൻ്റെ ഫർണിച്ചറാണ് കത്തി വിചാരിക്കുക. 2 ആൾക്കും ഒരേ പ്രശ്നമാണ്. 2 പാർട്ട്ണർമാർക്കും ഒരേ പ്രശ്നമാണ്. ഒരാൾ ആകെ ബേജാറായി നോളോളിച്ച് ആകെ ടെൻഷനായി നിൽക്കുകയാണ്, മറ്റേയാൾക്ക് യാതൊരു കുലുക്കില്ല. അപ്പോൾ എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? പ്രശ്നം എവിടുന്നാണ് വരുന്നത്? കത്തിയതുകൊണ്ടാണ് പ്രശ്നം. കത്തിയതുകൊണ്ടാണ് 2 ആൾക്കും പ്രശ്നം ഉണ്ടാകണ്ടേ. ഒരാൾക്കേ പ്രശ്നമുള്ളൂ. അപ്പോൾ പ്രശ്നം എവിടുന്നാണ്? പ്രശ്നം ഉള്ളിൽ തന്നെയാണ് വരുന്നത്.
പ്രശ്നം കത്തീൻ്റെ അല്ല പ്രശ്നം നമ്മളെ ഉള്ളിൽ നിന്നാണ് പ്രശ്നം വരുന്നത്. കത്തിയത് ഒരു പ്രശ്നമാക്കുന്നത് നമ്മളാണ്. ഈ 5 കോടിൻ്റെ ഫർണിച്ചർ നമ്മൾ ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ആണോ? അല്ല. ഇത് നമ്മളെ കൂടെ അപ്പുറത്ത് ഫർണിച്ചർ നടത്തിയോ വേറുണ്ട്. ഓൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂട്ടിപ്പോയി. നമ്മളിങ്ങനെ ഉസാറായി വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ഊണുറച്ച് ഉറക്കിച്ച് കച്ചവടത്തിൻ്റെ തന്ത്രങ്ങളൊക്കെ നോക്കി അല്ലേ. ഇപ്പോൾ ഇത് ഫർണിച്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുടിരിക്കലിന് നമുക്കൊരു 30,000 റുപ്യക്ക് ഒരു ഫുൾ സെറ്റാണ് കൊടുക്കാൻ പറ്റണം. അപ്പോഴേ കച്ചവടം നിലനിൽക്കുള്ളൂ. നമ്മൾ 1 ലക്ഷം റുപ്യേനെ കസാല ഉണ്ടാക്കിയാൽ കച്ചവടം വിജയിക്കില്ല. കച്ചവടം മാർക്കറ്റ് പിടിക്കാൻ പറ്റണം. ഒരു കുടിരിക്കലിന് ഒരാൾക്ക് 35,000 റുപ്യക്ക് എല്ലാം കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. ഒരു 2 കട്ടിലും ഒരു അൽമാറയും ഒരു സോഫ സെറ്റും നിങ്ങൾക്ക് 36,000 റുപ്യ കൊടുക്കാൻ പറ്റിയാൽ നിങ്ങളെ ഫർണിച്ചർ ഷോപ്പിൽ ആൾ വരും. അതിനുള്ള ബുദ്ധി യുക്തി നമുക്ക് തന്നതാരാ? പടച്ചോനാണ്. അതുകൊണ്ട് പടച്ചോൻ ബർക്കത്താണ് തന്ന് നല്ലൊരു വകുപ്പിൽ പിന്നെ പടച്ചോനാവുന്ന എടുത്തുവെച്ചു. ഇനി കുറച്ചു നേരം ഒന്ന് ഇടങ്ങേറാകുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ ഒരാൾക്ക് ഒരു പാർട്ട്ണർക്ക് സമാധാനമുണ്ട്, ഒരു പാർട്ട്ണർക്ക് സമാധാനമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇവിടെ കത്തിയതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം നമ്മളെ ഉള്ളിൽ നിന്നാണ് വരികയാണ്. എൻ്റെ ജീവിതം കഴിഞ്ഞു, എൻ്റെ കഥ കഴിഞ്ഞു, എൻ്റെ ബിസിനസ് ഇതോടുകൂടി അവസാനിച്ചു, എൻ്റെ ഏശാൻ കൊടുത്തു എന്നോൻ പറയാണ്. ഒരുത്തൻ പറയാണ്. മറ്റൊന്നില്ല, ഇത് പുതിയ തുടക്കമാണെന്ന് പറഞ്ഞ് ഏതായാലും ഗോഡൗൺ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ. അപ്പോൾ കത്തിപ്പോയി. ഇനി ഏതായാലും പുതിയൊരു തുടക്കമാകട്ടെ എന്ന് മറ്റോൻ പറയാം. ഒന്ന് ഓനും ടെൻഷനില്ല. അപ്പോൾ അവിടെയാണ് അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഒന്നെന്താ നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് ഒരു വിശ്വാസിയുടെ അസില്. ഒരു വിശ്വാസിയുടെ അസിൽ എന്താ നിങ്ങൾ? നമ്മൾ വരുന്നത് പടച്ചോൻ്റെ അടുത്ത് നിന്നാണ്, നമ്മൾ പോണതും പടച്ചോൻ്റെ അടുത്തേക്കാണ്. വരുന്നതും അവിടുന്നാണ്, പോണതും അങ്ങോട്ടാണ്. ഒന്നിങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുക, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതിലെങ്ങനെ ഞാനില്ല. പണ്ടത്തെ നമുക്ക് സ്വന്തമായിട്ട് വജ്ജ് ഉണ്ടാവില്ല. അലോക്കക്കാരൻ്റെ മുറ്റത്ത് കൂടെ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ബേരലിങ് കുറിച്ച് അങ്ങനെ പോകുക നമ്മൾ പള്ളിക്കൊക്കെ. ഇപ്പോഴാണ് എല്ലാവർക്കും സ്വന്തമായിട്ട് വജ്ജൊക്കെ ആയത്. പണ്ടൊന്നും വജ്ജൊന്നും ഇല്ലേന്നു. അപ്പോൾ എന്താണ് അതങ്ങനെ ഒരു പോക്കാണ്. ആ ഒരു പോക്കാണ് ദുന്യാവ്. ഏത് അലോക്കക്കാരൻ്റെ മുറ്റം ക്രോസ് ചെയ്ത് നിങ്ങൾ പോണ പോക്കില്ലേ, അത്രേ ഉള്ളൂ ദുന്യാവ് എന്ന് പറഞ്ഞാൽ. അത് ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ എത്തും. നമ്മൾ പടച്ചോൻ്റെ അടുത്താണ് വരുന്നത്, പടച്ചോൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതാണ് ഒരു മുസീബത്ത് വരുമ്പം ഒരു വിശ്വാസി അതാണ് പറയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ല, ആക്സിഡൻ്റായി കയ്യാണ് പോയി, കാലാണ് പോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിച്ചല്ലേ പോയിട്ടുള്ളൂ. നമ്മളെന്നെ പടച്ചോൻ്റെ അടുത്തേക്ക് പോകാനുള്ള. ഇതിപ്പോൾ ഇന്നലെ നാളെ പോവും. എന്താ ഇപ്പോൾ ഒരു സങ്കടപ്പെടാനുള്ളത്? നമ്മളിപ്പോൾ ഇന്നൊരാൾ മരിച്ചു. സഹോദരങ്ങളെ, ഒരാളിന്ന് മരിച്ചാൽ നമ്മളിവിടെ കാലാകാലം ബാക്കിയാവുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കാൻ വകുപ്പുണ്ട്. നമ്മൾ നാളെ പോവും അല്ലേ? നമ്മൾ ഒരു 10-20 ആൾക്കാർ ഒരു ടൂർ പോയിട്ട് നമ്മൾ ഒരു സ്ഥലത്തെത്തി. നമ്മൾ ബസ്സിൽ 10-50 ആൾക്കാർ വന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബസ് പോവില്ല. ഇനി പറയണം ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എന്തെയില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഇനി ബസ് പോവില്ല. ഇനി ഇവിടുന്ന് ഇങ്ങനെ 8 ആൾക്കാർ പോണ കൊട്ട ജീപ്പിൽ ഇങ്ങനെ കൊണ്ടാക്കണേ. ഈ 50 ആൾക്കാർ ബസ്സിൽ വന്ന് ഇറങ്ങിയ 45 ആൾക്കാരെ 8 ആൾക്കാരായിട്ട് ഇങ്ങനെ കൊട്ട ജീപ്പിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഒരുത്തൻ ഇങ്ങനെ പോവുകയാണ്. ഓനെപ്പറ്റി നമുക്ക് തോന്നുമോ എന്തൊരു ഭാഗ്യവാനാണ് ആദ്യത്തെ ജീപ്പ് പോണവനെ പറ്റി. നമ്മളിപ്പോൾ അടുത്ത ജീപ്പിലാണ് പോകാനുള്ളതല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾ ഇന്നാണ് മരിച്ചു വിചാരിച്ച് നമ്മൾ സന്തോഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. അടുത്ത കൊട്ട ജീപ്പ് നമുക്ക് റെഡി ആയിക്കുന്നുണ്ട്, ഡ്രൈവർ ഇപ്പോൾ വരും. നേരെ മറിച്ച് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളൊരു 10-100 കൊല്ലൊക്കെ ഇവിടെ അങ്ങനെ ഓൻ പോയാലും നമ്മൾ 100 കൊല്ലം ഇവിടെ നിൽക്കും. ഇല്ല സഹോദരങ്ങളെ, ഓൻ്റെ ജീപ്പ് പോയി നമ്മളെ ജീപ്പിന് ഡ്രൈവർ എത്തിയില്ല, അല്ലെങ്കിൽ ഓൻ ഒരു സിഗരറ്റ് വലിച്ചിക്കണം, അങ്ങനെ അത് തീർന്ന് ആ ബീഡിക്കുറ്റിട്ട് ചവിട്ടിയ ഓൻ വണ്ടി കയറും. അത്ര നേരമുള്ളൂ നമുക്ക് ആ ജീപ്പ് കയറാൻ. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും ഒരാൾ മരിച്ചു വിചാരിച്ചുകൊണ്ട് ഓന് ഭയങ്കര നഷ്ടമാണെന്നും നമുക്ക് ഭയങ്കര ലാഭമാണെന്നൊന്നും വിചാരിച്ചണ്ട. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ല. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഇതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ വരുന്ന അവിടുന്നാണ്, പോണ അവിടുന്നാണ്. ഇതിങ്ങനെ അടിയിൽ കൂടെ ചെറിയൊരു നടത്തം മാത്രമേ ഉള്ളൂ. അതിൽ ചിലപ്പോൾ പലതും കിട്ടും, ചിലപ്പോൾ ഒത്തും കിട്ടൂല. അത് കിട്ടിയാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും വേണ്ട. കാരണം ഇതൊന്നും ആരും കൊണ്ടുപോകില്ല, ഒരു സാധനം ആരും കൊണ്ടുപോകില്ല. ഇതൊക്കെ ഇവിടെ മക്കൾക്കും അനന്തരാവകാശികൾക്കും ബാക്കിയാക്കിയാണ്ട് അങ്ങനെ പോണ്ടി വരും ഇവിടുന്ന്. എത്ര അല്ലേ ഒരു ഇതിൽ ഒരു കോമഡിയിൽ പറയേണ്ടിയിരുന്നു. രണ്ട് കുട്ടികളിങ്ങനെ എ സി ഒക്കെ ഇട്ട് പുതപ്പൊക്കെ ഇട്ടേക്ക. ഏത് കുട്ടികൾ കളിച്ചാണ് ഓലെ പെരയിൽ എ സി ഉണ്ട്. അപ്പോൾ 2 കുട്ടികൾ പുതപ്പിട്ട് കമ്പിളിയൊക്കെ ഇട്ട് എ സി ഇട്ട് കണ്ട് ഗെയിം കളിച്ച. അപ്പോൾ കളിൻ്റെ അടി ഒരുത്തോ മറ്റവനോട് പറയണേ നമ്മളെ വല്യാപ്പോൾ ഒരു പടു ചെയ്യുന്നില്ലേ.
നമ്മളെ വല്യാപ്പ ഒരു പടുവൊന്നുമില്ല. അപ്പം എന്ത് വെച്ചു, അല്ല മൂപ്പര് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ല നമ്മളിപ്പോൾ അങ്ങനെ ഇന്ന് കളിച്ചണത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളെ പേരക്കുട്ടികൾ നമ്മളെ പറ്റി അങ്ങനെ പറയും, നമ്മളെ വല്യാപ്പ ഒരു പടുവെന്നു. കാരണം അയാളിത് മുഴുവൻ ഒരു ആസ്വദിക്കാതെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പായം മോരി മര്യാദയ്ക്ക് ഇടൂല, ഒരു തേങ്ങരച്ച കറിയും കൂടി മര്യാദയ്ക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല, പിശുക്കിയിട്ട്. എന്നിട്ടിപ്പോൾ അയാളിത് കൊണ്ടുപോയോ, അയാളെ കബറിലേക്ക് AC ആക്കിയണോ? ഒന്നും നടന്നിട്ടില്ല. ഇതൊക്കെ ഇതൊക്കെ അതേമാതിരി പേരക്കുട്ടികൾ കംപ്ലീറ്റ് AC ഒക്കെ വെച്ച് അങ്ങനെ ഗെയിം കളിച്ച് കുത്തിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ കബർക്ക് വല്ലതും വേണോ സഹോദരങ്ങളെ? അതാണ് ജീവിതം. ഇന്നാലില്ലാഹി വ ഇന്നാ, ഇത് വല്ലാത്തൊരു വാക്കാണ് ഇന്നാലില്ലാഹി. നമ്മൾ കറണ്ട് പോകുമ്പോൾ പറയാനുള്ളതല്ലേ, ബെച്ചുത്തുമ്പോൾ പറയാനുള്ളതെന്ന്. പക്ഷെ ബെച്ചുത്തുമ്പോൾ ഇത് പറയണ എന്തിനാ നിങ്ങൾ? ഇനി ബെച്ചുത്തല്ല, അതിൻ്റെ അപ്പുറം എന്ത് പറ്റിയാലും ഞാൻ ഒരു ടെൻഷനും ഇല്ലെന്നാ. കാരണം ഇത് നമ്മൾ അവിടുന്ന് വന്നാണ് അങ്ങോട്ട് പോകാനുള്ളതാണ്. ഇനിയിപ്പോൾ അവിടെ വെച്ചുത്തേ മുറിയേ മരിച്ചേ മാക്സിമം അതല്ലേ പറ്റില്ല, മരിച്ചാലും ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതുകൊണ്ട് സഹോദരൻ, ആ യാത്രക്ക് റെഡിയായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഇതപ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ അള്ളാഹുവിന് എന്ത് സ്ഥാനമാണ് കൊടുത്തിക്കണത്, നമ്മളെ ജീവിതത്തിൽ എൻ്റെ റബ്ബിന് ഞാൻ എന്ത് സ്ഥാനമാണ് കൊടുത്തത് എന്നതാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളോടുള്ള എൻ്റെ നിലപാടതാണ്. അതാണ് നമുക്ക് ടെൻഷൻ ഉണ്ടോ അല്ലേന്ന് തീരുമാനിക്കുന്ന ഘടകം. അല്ലാതെ പ്രശ്നങ്ങൾ എത്ര ഉണ്ടെന്നോ അതെത്ര വലുതാണ് എന്നോ അല്ല സത്യത്തിൽ എന്ത് ചെയ്യുന്നത്. പ്രശ്നങ്ങളും നമ്മളെ ടെൻഷനും തീരുമാനിക്കുന്നത് അള്ളാഹുവുമായിട്ട് നമുക്കെന്ത് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒന്ന്, ദുന്യാവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. നമ്മൾ ദുന്യാവുക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആളാണെങ്കിൽ പടച്ചോനായിട്ട് ബന്ധം ഉണ്ടാക്കാൻ കുറച്ച് ഇടങ്ങേറന്നേക്കാരം. കാരണം ഇത് രണ്ടും ഒത്തുപോകാത്ത സാധനമാണ്. അപ്പോൾ ദുന്യാവിനോട് നമുക്കൊരു നിലപാടുണ്ട്. ദുന്യാവ് വേണ്ട എന്നല്ല പറയണത്. ദുന്യാവ് പടച്ചോനേക്കാൾ വലിയൊരു സ്ഥാനം ദുന്യാവിന് കൊടുക്കരുത്. അള്ളാഹുവേക്കാൾ വലിയൊരു സ്ഥാനം അള്ളാഹ്ക്കും റസൂലിനും ദീനിനും കൊടുക്കണേക്കാൾ ഒരു സ്ഥാനം ഒരു വിശ്വാസി ദുന്യാവിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കൊടുത്താൽ എന്ത് ചെയ്യും? അത് കൊടുത്താൽ നമ്മൾ ടെൻഷനാവും, നമ്മൾ ടെൻഷനിലെത്തും. മറ്റേത് നമുക്ക് ടെൻഷൻ കുറവായി. കാരണം നമ്മൾ സ്നേഹിക്കുന്നതും നമ്മൾ ഏറ്റവും ഏറ്റവും മൂല്യമുള്ളതായി കണക്കാക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാരം. അതുകൊണ്ട് ബാക്കി എന്തു നമുക്ക് വന്നാലൊരു പ്രശ്നം നമുക്ക് തോന്നൂല. നമ്മളെ പ്രശ്നം എന്തായിരിക്കും? നമുക്ക് ജമാഅത്ത് സുബഹി നിസ്കരിച്ചാൻ പറ്റില്ല, നമ്മൾ തഹജ്ജുദിന് നീച്ചില്ല എന്നുള്ളതാണ്. 5 കോടിൻ്റെ ഗോഡൗൺ കത്തി എന്നതിനേക്കാൾ അയാൾക്ക് വിഷമം എന്തായിരിക്കും? തഹജ്ജുദിന് എണീക്കാൻ പറ്റാതെ പോയതിൽ ക്ഷീണം കാരണം തഹജ്ജുദിന് എണീക്കാൻ പറ്റില്ല, അതിൻ്റെ സങ്കടമായിരിക്കും. ഒരു ദിവസം 1 ലക്ഷം വരുമാനം കുറഞ്ഞു എന്നതിനേക്കാൾ അയാളെ അലട്ടതായിരിക്കും. ആ ദറജയിലേക്ക് എന്ത് ചെയ്യണം? ആ ദറജയിലേക്ക് ഒരാൾക്ക് ഉയരാൻ പറ്റണമെങ്കിൽ അയാൾ ആ ജീവിതത്തിൽ അള്ളാഹുവിനും റസൂലിനും ദീനിനും കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്നതിനനുസരിച്ചായിരിക്കും സഹോദരങ്ങളെ. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും യഖീനുമാണ്. അത് കുറഞ്ഞാൽ എന്ത് ചെയ്യൂല? അത് കുറഞ്ഞാൽ ഈ ഒരു സമാധാനം കിട്ടൂല. അത് നല്ലോ വേണം അല്ലേ? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷികൾ കൂട് വിട്ടിറങ്ങിയിട്ട് രാവിലെ ഒട്ടിയ വയറുമായിട്ട് പുറത്തു പോയിട്ട് തിരിച്ച് വൈകുന്നേരം ആ പക്ഷികൾ തിരിച്ച് അതിൻ്റെ കൂടുകളിലേക്ക് വരുമ്പോൾ വയറ് നിറച്ച് വരുന്നത് പോലെയാണ്. അള്ളാഹുവിൽ ശരിയായി ഭരമേൽപ്പിച്ച ഒരാൾക്ക്, യഥാർത്ഥമായി ഭരമേൽപ്പിച്ച ഒരാൾക്ക് പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു നൽകുന്നതാണ്. ഒരു പക്ഷിക്ക് അറിയില്ലല്ലോ ഇന്നത്തെ ഭക്ഷണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പം. അത്രയും എന്ത് ചെയ്യും? ഒരാളുടെ കാര്യം അള്ളാഹു നോക്കുമെന്നതാണ്. അതിനെന്ത് വേണം? നമ്മളെ ഒന്ന് കൂട് വിട്ട് ഇറങ്ങണം. നമ്മൾ പെരയെ കുത്തിരുന്നാൽ പടച്ചോൻ കൊണ്ടുവന്ന് തരൂല. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ എടുക്കണം അല്ലേ? എന്താണ്? ആ വെള്ളത്തിലടിക്കാൻ മൂസാ അലൈഹിസ്സലാമിനോട് ആ ചെങ്കടലിൽ അടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്താ അപ്പോൾ പടച്ചോന് മൂസാ നബി അനുയായികളെ ആകാശത്തിലൂടെ പറത്തിക്കാണ്ട് അപ്പുറത്തേക്കാണ് കൊണ്ടുപോകാൻ പറ്റൂലേ? എന്തിനാ ഇപ്പോൾ വടിയോണ്ട് അടിച്ച് അതികൂടെ നടത്തിയാണ് കൊണ്ടുപോയത് അല്ലേ? എന്തിനാ ഇപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ ഇസ്റാഉം മിഅ്റാജും നടത്തിയ അള്ളാഹ്ക്ക് എന്താ ഇപ്പോൾ മദീനത്തേക്കാണ് ആകാശത്തൂടെ കൊണ്ടുപോകാൻ പറ്റാഞ്ഞ്? ഇത്ര സൗർ ഗുഹയിൽ കൂടെ കൊണ്ട് ഒളിച്ചെന്ന് അവിടെ ഇടങ്ങാറായി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, കൊല്ലുന്ന് പറഞ്ഞ ആൾക്കാർ പിന്നാലെ നടക്കുമ്പോൾ ഒളിച്ചിക്കുക. ആ ഹിജ്റ പോയ രംഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പ് കിടത്തിക്കാണ്ടാണ് പോയിക്കണത്. നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളൊരാൾ കൊല്ലാൻ നടക്കുമ്പം, നിങ്ങളൊരാളിതാ ഇവിടെ പൊയക്കാട്ടി അങ്ങാടിയിൽ നിങ്ങളൊരാൾ കൊല്ലാൻ നടക്കുന്നുണ്ട്. ആ കൊല്ലാൻ നടക്കുന്ന ആളെ വിരിപ്പ് പോയി കിടക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ? മാറി വന്ന് തട്ടൂലേ?
അലി റളിയല്ലാഹു നബിൻ്റെ വിരിപ്പിൽ പോയി ഉറങ്ങാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുഹമ്മദാണെന്ന് വിചാരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിചാരിച്ച് കൊല്ലാൻ സാധ്യത ഉണ്ടായിട്ട് അത്ര റിസ്ക് എടുത്തിട്ടാണ് ആ പുതപ്പിനുള്ളിൽ കിടക്കണത്. നിങ്ങൾക്ക് പറ്റുമോ? അതാണ് സഹാബത്ത്. അപ്പോൾ ഹിജ്റ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നബി പോയത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. പടച്ചോൻ തവക്കുൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ വിചാരം എന്താ? നിങ്ങൾ അങ്ങനെ ഓദ്യം ചൊല്ലി കുത്തിരുന്നാൽ മതി എന്നാ. അതല്ല, നമ്മൾ അധ്വാനിക്കേണ്ടടുത്ത് നമ്മൾ അധ്വാനിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ചെയ്യാൻ കഴിവില്ലാത്തതിനാണ്, അതിൻ്റെ തൗഫീക്കിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചണം. സിലബസ് ഏതാന്ന് എക്സാമിനേഷൻ്റെ സിലബസിലുണ്ടാവും പരീക്ഷയ്ക്ക് ഏതാ ചോദിക്കുക എന്നുള്ളത്. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഏത് പാറ്റേണിലാണ് ചോദിക്കാന്ന്. എത്ര മണിക്കൂറാണെന്നുണ്ടാവും. ആ ഒരു മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കണം. ആ എഴുതി തീർക്കാൻ അറിയില്ലെങ്കിൽ 2-3 പരീക്ഷ എഴുതി മോഡൽ, അതിനാണ് മോഡൽ പരീക്ഷ. മോഡൽ പരീക്ഷക്കൊന്നും പോകാതെ പടച്ചോനെ എന്നെ പാസ്സാക്കണേന്ന് സുന്നത്ത് സ്കെച്ച് കാര്യമല്ല. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട പാർട്ട് കഴിഞ്ഞിട്ട് ബാക്കി പടച്ചോൻ ഭരമേൽപ്പിക്കണം. അതുകൊണ്ടാണ് മൂസാ നബിനോട് അടിക്കാൻ പറഞ്ഞത്. ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവിടെ ആ അടി അതിനാണ് സൂചിപ്പിക്കണത്. നമ്മൾ പിന്നെ ആ ചെങ്കടിലൂടെ നടന്നാണ് പോയേക്കാണ്. പറത്തി കൊണ്ടേക്കല്ല, ആകാശത്തോടെ കൊണ്ടേക്കല്ല, ഹിജ്റ പറത്തി കൊണ്ടേക്കല്ല. ഇസ്രാ മിറാജ് പോലെ ഹിജ്റ പറത്തിയേക്കല്ല മദീനത്തേക്ക്. അത് കുറേ ഇടങ്ങേറിടിച്ച് കൊണ്ടേക്കാണ്. അപ്പോൾ ചില ഇടങ്ങേറ് നമ്മൾ ജീവിതത്തിൽ എടുക്കണം. അപ്പോൾ ബാക്കി പടച്ചോൻ്റെ സഹായം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ എന്ന് പറയുമ്പം ആ തവക്കുലിൻ്റെ കുറവാണ്. ആ തവക്കുലിൻ്റെ കുറവിന് കാരണം എന്താണ്? എപ്പോഴാണ് നമ്മൾ തവക്കുൽ ചെയ്യുക? നമ്മൾ അള്ളാഹുവിനെ നമുക്ക് നല്ലൊരു വിശ്വാസം വേണം. എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാണെന്നുള്ളത് ആ വിശ്വാസം അള്ളാഹുവിനെ പറ്റി ഇല്ല. അതാ പ്രശ്നം. അത് അള്ളാഹിനെ പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, ബസീറാണ്, സമീ ആണ്. എല്ലാം കാണുന്നൊരു റബ്ബ്, എല്ലാം കേൾക്കുന്നൊരു റബ്ബ്. ആ റബ്ബ് അത് അള്ളാഹു മാത്രമാണ്. എല്ലാം കാണാനും കേൾക്കാനും അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ അയാളെങ്ങനെ പിന്നെ ബദരീങ്ങളെ വിളിക്കുക? അയാളെങ്ങനെ മമ്പുറത്തെ തങ്ങളെ വിളിക്കുക? പുത്തമ്പള്ളി തങ്ങളെ വിളിക്കുക? അജ്മീറിലെ ഹോജൻ എങ്ങനെ അയാൾ വിളിക്കുക? കാരണം എല്ലാം അറിയുന്ന അജ്മീർ ഹാജയ്ക്ക് എല്ലാം അറിയാൻ കഴിയില്ല അല്ലേ? മമ്പുറം തങ്ങൾക്ക് എല്ലാം അറിയാനുള്ള കഴിവില്ല, എല്ലാം കേൾക്കാനുള്ള കഴിവില്ല. അള്ളാഹിൻ്റെ റസൂലിന് വരെ അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ ഞാൻ ഇവിടെ എന്താ പറയണമെന്ന് അറിയാനുള്ള കഴിവില്ല. ഞാൻ എന്താ ഇവിടെ ചെയ്യണമെന്ന് അറിയാനുള്ള കഴിവ് അള്ളാഹിൻ്റെ റസൂലിന് പോലും ഇല്ല. പിന്നല്ലേ ബാക്കി തങ്ങന്മാർ. ഏറ്റവും വലിയ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ തങ്ങൾക്ക് പോലും ഇതിനുള്ള കഴിവില്ല. അപ്പോൾ അള്ളാഹിനെ പറ്റി അങ്ങനെ ഒരു ബോധം ഉണ്ടാകണം. എൻ്റെ റബ്ബ് അതിന് പോന്നവനാണ്. ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി എന്നൊരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ആ റബ്ബിനെ പറ്റി അങ്ങനെ ഒരു വിശ്വാസവും അങ്ങനെ ഒരു യഖീനും ഉണ്ടാകണം. അപ്പോഴെന്ത് ചെയ്യുള്ളൂ? ശരിക്കും ഭരമേൽപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എന്താ നിങ്ങൾ മനുഷ്യന്മാരെ നമ്മൾ പേടിച്ചരുത്. നമ്മളൊക്കെ ഒരു കുഴപ്പം എന്താ പറയുക? ആൾക്കാരെന്താ വിചാരിച്ച, കുടുംബക്കാരെന്താ വിചാരിച്ച, നാട്ടുകാരെന്താ വിചാരിച്ച, ഓലെന്താ വിചാരിച്ച. നമ്മളാകെ ആലോചിക്കേണ്ട നിങ്ങൾ അള്ളാഹ് എന്താ വിചാരിച്ചാണ്. അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. എൻ്റെ റബ്ബ് എന്താ വിചാരിക്കുക എന്നാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആരും ഉള്ളൂ. എന്നെ പറ്റി ഞാനിപ്പോൾ അങ്ങനെ ചെയ്താൽ, ഞാനിപ്പോൾ ആ പള്ളിക്ക് സ്ഥലം ചോദിച്ചിട്ട് ഞാനത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ റബ്ബ് എന്താ വിചാരിക്കുക? ഞാൻ 100 കൂട്ടം നുണ പറയാം. അത് ഞാനും എൻ്റെ പെണ്ണുങ്ങൾ അമ്മോനും കൂടി വാങ്ങിയ സ്ഥലമാണ്, അത് എനിക്കിഷ്ടമുണ്ട് തരാൻ, മൂപ്പർക്ക് സുന്നിയാണ്, മൂപ്പർക്ക് ഇഷ്ടമല്ല. ഒരാൾ പള്ളിക്ക് സ്ഥലം ചോദിച്ചാൽ പറഞ്ഞാണ്. അപ്പോൾ എന്താണ്? അതൊന്നല്ല, അങ്ങനെ പറഞ്ഞാൽ ബോധ്യപ്പെടും. നമ്മളെന്താ ഞാൻ പറഞ്ഞു നോക്കട്ടെ, മൂപ്പരോട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല സഹോദരങ്ങളെ. അന്തരങ്ങൾ അത് അള്ളാഹുവിൽ നമ്മൾ ഓലെന്ത് ആരെന്തെങ്ങനെ പടച്ചോന് എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും? ഞാനിപ്പോൾ ആ സ്ഥലം ചോദിച്ചിട്ട്, ആ സ്ഥലം പള്ളിക്ക് ചോദിച്ചിട്ട് നല്ലൊരു കണ്ണായ സ്ഥലമാണ്, അവിടെ ഒരു പള്ളി വന്നാൽ എത്ര ആൾക്കാർ നിസ്കരിച്ചാൽ വരും. ആ നിസ്കരിക്കണ കൂലിക്ക് എനിക്ക് കിട്ടൂലേ? ഇനി നമ്മൾ പൈസ കൊടുത്തിട്ട് ആ സ്ഥലം വിറ്റാലും കുറച്ച് പൈസ വാങ്ങിയിട്ടാണെങ്കിലും ആ സ്ഥലം ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ, നമ്മൾ ചെയ്തു കൊടുത്ത ആ സൗകര്യത്തിന് നമുക്കൊരു കൂലി ഉണ്ടാവില്ലേ? അപ്പോൾ എന്താണ് അതെന്താ പറയുക? അങ്ങനെ നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ വെച്ചാൽ പടച്ചോൻ എന്ത് വിചാരിക്കും എന്ന് നമ്മൾ വിചാരിക്കണില്ല. നമ്മളപ്പോഴും വിചാരിക്കണം എന്താണ്? എൻ്റെ മക്കളെന്താ, ഞാനിപ്പോൾ ഈ വയസ്സാം കാലത്ത് ആ സ്ഥലമൊക്കെ കൂടി പള്ളിക്ക് കുറച്ച് പൈസക്കാണ് കൊടുത്താൽ എൻ്റെ മക്കളെന്താ വിചാരിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കണം. എൻ്റെ മരുക്കളെന്താ വിചാരിക്കുക എന്നപ്പോൾ ഞാൻ വിചാരിക്കണം. അല്ല, പടച്ചോൻ എന്താ വിചാരിക്കുക എന്നല്ല നമ്മൾ വിചാരിക്കണം. അപ്പോൾ നമ്മളെന്താ ആൾക്കാരെന്ത് വിചാരിക്കും എന്നതിൽ നിന്ന് മാറി എൻ്റെ റബ്ബ് എന്താ വിചാരിച്ചതെന്ന് നമ്മൾ ഏത് കാര്യത്തിലും ആദ്യം അതാണ്, എൻ്റെ റബ്ബ് ഇപ്പം എന്താ വിചാരിച്ച.
അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു എന്നെപ്പറ്റി തൃപ്തിപ്പെട്ടുകണമെങ്കിൽ പിന്നെ ആര് വെറുത്താനെന്താ? കുൽ മൂതൂ ബിഗൈളിക്കുന്ന അള്ള പറഞ്ഞു. മുസ്ലിങ്ങളോട് ഏറ്റവും അമർഷമുള്ളത്, ഏറ്റവും അസൂയുള്ള ആൾക്കാർ യഹൂദന്മാരാണ്. മുസ്ലിങ്ങൾ നശിച്ചിരുന്നെങ്കിൽ, മുസ്ലിങ്ങൾ കഷ്ടപ്പെടണമെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഹൂദന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ നോക്കിയ ആൾക്കാരാണ് യഹൂദന്മാർ. പ്രവാചകന്മാരെ വീർച്ചവാളുകൊണ്ട് മുറിച്ച് കൊന്നവരാണ്. സക്കരിയ നബിയെ കൊന്നവർ, യഹ്യാ നബിയെ കൊന്നവരാണ് യഹൂദന്മാർ. പ്രവാചകന്മാർ ഈർച്ചവാൾ കൊണ്ട് മുറിച്ച് രണ്ടാക്കിയവരാണ് യഹൂദന്മാർ, ബനു ഇസ്രായേൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചവരാണ്. നബിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് നബിൻ്റെ തലയ്ക്ക് വലിയ കല്ല് കെട്ടി കാണാതെ കല്ലുകൊണ്ട് ഇടാനുള്ള പ്ലാൻ ചെയ്തവരാണ് യഹൂദന്മാർ. ഓരോട് അള്ള പറഞ്ഞെന്തര്? കുൽ മൂതൂ ബിഗൈളിക്കും, പോയി ചത്തോളിയിടന്നാ പറഞ്ഞത്. അല്ലെ, മൂത്തു പറഞ്ഞ മരിച്ചോളിയും നമ്മളല്ലേ, പോയി ചത്തളട അറിയില്ലേ? അതന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാൻ്റെ തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ എന്താരെ പേടിച്ചാൽ പോയി ചത്തോളിയിടന്നാണ് ബാക്കിയുള്ളവരുടെ നിലപാട്. അള്ളാൻ്റെ തൃപ്തി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ ആരെ തൃപ്തി കിട്ടിയില്ലും അത് കൂട്ടിയാൽ കൂടൂല സഹോദരങ്ങളെ. ആ വിടവ്, ആ ഗ്യാപ്പ് പിന്നെ കൂട്ടിയാൽ കൂടൂല. ആര് നമ്മളെപ്പറ്റി പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, MP, പ്രധാനമന്ത്രിയല്ല, ഇനി ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് നമ്മളെപ്പറ്റി സന്തോഷവാനാണെന്ന് പറഞ്ഞാലും അള്ള നമ്മളെപ്പറ്റി സന്തോഷവാനല്ലെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. പിന്നെന്താ നിങ്ങൾ, അടുത്ത് താരതമ്യമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ പിന്നെ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുത്തൻ പുതിയ വണ്ടി എടുത്തു, ഒരുത്തൻ പഴയ വണ്ടി എടുത്തു, ഒരുത്തൻ എങ്ങോട്ടോ ശ്രീലങ്കയ്ക്ക് പോയി ഇങ്ങനെ നടക്കണ്ടായിക്കൂടെ, അങ്ങനെ ഫോട്ടോ ഇട്ടൊക്കെയാണ്. മറ്റോ വിയറ്റ്നാമിൽ പോയി കണ്ട് അവിടെ കടലിൽ കൂത്തം മറിയണ ഫോട്ടോ, കടലിൻ്റെ അടിയിൽ മീനിനെ കാണുന്ന ഫോട്ടോ ഇട്ടിക്കണ്. ഇവിടെ ഊട്ടിക്ക് വരെ പോകാൻ കായില്ലാടെ കുത്തിരിക്കുക. സാമ്പത്തിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും വൈകല്യങ്ങളും രോഗങ്ങളും പ്രതിസന്ധി, എന്തെങ്കിലും സമാധാനം കിട്ടാനാണ് ഫേസ്ബുക്ക് തുറക്കണത്. അപ്പോൾ നോക്കുമ്പോൾ വിയറ്റ്നാമിൽ കടലിൻ്റെ അടിയിൽ പോയിക്കണ് കാണുന്നതാണ്. ഇവിടെ ഡൈവേഴ്സായി ഇങ്ങനെ അന്തല്ലാതെ കുത്തിരിക്കുമ്പോഴാണ് ഓൻ്റെ 25ാമത്തെ ആനിവേഴ്സറി കാണുന്നത്. അപ്പോൾ വലിയ സമാധാനമൊന്നും കിട്ടാത്ത നമ്മൾ മനുഷ്യന്മാരാണ്, കിട്ടൂല. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് സഹോദരങ്ങളെ. അപ്പം സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത്? അള്ളാൻ്റെ റസൂൽ പറഞ്ഞാണ്, ദുന്യാവിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ കുറച്ച് കാലെങ്കിലും പെണ്ണ് കെട്ടിയേര് ജീവിച്ചല്ലോ, ഇപ്പോഴല്ലേ ഓള് പോയത്. ഇവിടെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പെണ്ണെന്നെ കിട്ടണില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയാണ്, ഒരു ഇറച്ചി കടക്കാരൻ, അല്ല ഇറച്ചി വെട്ടുന്ന ആളാണ് ഇപ്പോൾ ഓൻ്റെ മകളെ കെട്ടിയത്. 25 പവൻ ഇങ്ങോട്ട് കൊടുത്തേക്കാണ്. ഏത് കിട്ടേണ്ട, അതായത് ഈ പെൺകുട്ടിയാക്കുന്ന ഇറച്ചി ഇടണവരെ വേണ്ടപ്പോൾ ഇറച്ചി ഇടണവന് പെണ്ണിട്ടണ്ടേ. അപ്പോൾ 25 പവനും പുതിയ iPhone 17 അങ്ങോട്ട് കൊടുത്തേക്കാണ്. നിങ്ങൾ ആലോചിക്കും, പെണ്ണുങ്ങളുടെ ഒരു ഭാഗ്യം നോക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൈവോഴ്സ് ആയിരിക്കും. നമ്മളെന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വിവാഹം ചെയ്തെങ്കിലും കിട്ടിയല്ലോ. ഇവിടെ ഈ സാധുക്കൾക്ക് പെണ്ണെന്നെ കിട്ടാൻ കുത്തിരിക്കുക ഇപ്പോഴത്തെ ചെക്കന്മാർക്ക്. നമ്മൾ ദുന്യാവിൽ നമ്മളെക്കാൾ താഴേക്കുള്ളവർക്കാണ് നോക്കേണ്ടത്. നമ്മളെപ്പോഴും മോളിക്കാ തുറന്നിച്ചാണ് ക്യാമറ. നമ്മളെ മേലെന്താ നടക്കണമെന്നാണ്. ഏത് ഒരു ഗതിയില്ലാത്തോ മറ്റോ വാങ്ങിയ വണ്ടിയും, ഓൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയും, ഓൻ വിയറ്റ്നാമിൽ പോയതും, ഓൻ ശ്രീലങ്കയിൽ പോയതും, ഓൻ ദുബായ് ബുർജ് ഖലീഫൻ്റെ മേലെന്ന് ഫോട്ടോ എടുത്തതും. സഹോദരങ്ങളെ, അതിങ്ങനെ നോക്കി നിന്നാൽ പിന്നെ എങ്ങനെ സമാധാനം കിട്ടുക? അതന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ കണ്ടതും കേട്ടതും തിന്നതൊക്കെ ഇങ്ങനെ തള്ളി മറിച്ച. അപ്പോൾ അത് കണ്ടാൽ സമാധാനം ചിലപ്പം കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് താരതമ്യം നമ്മളിങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സമാധാനക്കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ നിങ്ങൾ അള്ളയും റസൂലും പറഞ്ഞാൽ ദുന്യാവിൻ്റെ കാര്യത്തിൽ താഴത്തേക്ക് നോക്കുക. നമ്മളെക്കാൾ എത്രയോ ഗതിയില്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിക്ക്, നമുക്കിപ്പോൾ ചെന്നിട്ട് കടന്നുറങ്ങാൻ ഒരു പെരല്ലേ? ഒന്നില്ലെങ്കിൽ നമുക്കൊരു കട്ടിലല്ലേ, ഒരു പെരല്ലേ? നമുക്ക് ചെന്നപ്പോൾ എന്താ അവിടെ ചപ്പാത്തിയോ, ചപ്പാത്തി ഷുഗർ ഉണ്ടെങ്കിൽ ചപ്പാത്തിയെങ്കിലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ? അല്ലേ? ഇനി വലിയ ചെന്നിട്ട് ഉണ്ടാവും. അതുമില്ലാത്ത ആ പലസ്തീനിലൊക്കെ എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ ആലോചിക്ക്. ഒരു മര്യാദയ്ക്ക് കടന്നുറങ്ങാം. മറ്റ് ഒരു ഡ്രസ്സ് മാറ്റാൻ പ്രൈവസി, ഒരു റൂം പോലും പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ടൊരു സ്പേസ് ഇല്ലാത്ത ആൾക്കാർ ലോകത്ത് എത്ര ഉണ്ട്? ബോംബും യുദ്ധമായിട്ട്, അസുഖങ്ങൾ കൊണ്ട് അല്ലേ? സ്വന്തം മേത്തുനിന്ന് ആ ഒരു പുതപ്പിൻ്റെ മേത്തുള്ള പുതപ്പ് ഒന്നും അങ്ങോട്ടും ആക്കാൻ കൈ അനക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്? ഓരോരുത്തർ വന്ന് പുതപ്പിച്ച് കൊടുക്കണ എത്ര ആൾക്കാരുണ്ട്? കൈ ഇളകാത്ത ആൾക്കാർ, കാലിളകാത്ത ആൾക്കാർ, ശരീരത്തിന് മുറിവേറ്റ മനസ്സിന് അല്ലേ? ഒരാൾ വന്നിട്ട്
എൻ്റെ കൺസൾട്ടേഷൻ ഞാൻ പരിശോധിക്കുന്ന റൂം എന്നുള്ളത് എൻ്റെ അപ്പുറത്ത് മാനസിക രോഗത്തിൻ്റെ ഡോക്ടറാണ്, 2 റൂം അപ്പുറപ്പുറമല്ലേ. അപ്പോൾ ചിലപ്പോൾ മാറിയാണ്ട് രോഗികൾ എൻ്റെ അടുത്തേക്ക് വരും. ശരി, ഈ റൂം മാറിയാണ്ടേ. അപ്പോൾ ഒരുത്തം വന്ന് ഇരുന്നാണ്ട് പറയാണ്, ഞാൻ അപ്പം നമ്മൾ എൻ്റെ അടുത്തേക്ക് സാധാരണ മുട്ടുവേന, ഊരവേന, പെരടി വേന, തരിപ്പ് കജ്ജുംകാല്, തരിപ്പ് കടച്ചിലിട്ട് ആൾക്കാർ വരിക. അപ്പോൾ ഒരുത്തം വന്നിരുന്നാണ്ട് എന്നോട് പറയാണ്, ഡോക്ടറെ മനസ്സ് മോഷണം പോവാണ്. മനസ്സ് മോഷണം പോവാ? നിങ്ങൾ കേട്ടിട്ട് അങ്ങനെ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാനിങ്ങനെ അന്തം വിട്ട് മനസ്സ് മോഷണം പോയി. ആ ഡോക്ടറെ, ഞാൻ വിചാരിച്ചതൊക്കെ ഒരു മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച്, നിങ്ങളെ വാപ്പാൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ ചിന്തിക്കണമൊക്കെ വാപ്പാക്ക് മനസ്സിലാവേണ്ടി പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? അത് നമ്മൾ വിചാരിക്കണതൊക്കെ വേറെയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നു. അതൊരു മാനസികമാണ്, അതൊരു അസുഖമാണ്. പറയാ ഓടി ഇരുന്നുണ്ട്, സമാധാനം കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ രോഗികളുണ്ട്. ഇതൊന്നും ഇപ്പോൾ നമുക്കില്ലല്ലോ, നമുക്ക് അങ്ങനത്തെ ഒരു ഭ്രാന്തൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ. നമ്മളെന്താ, അപ്പോൾ നമ്മൾ താരതമ്യം നിർത്തുക. നമ്മളെന്താ ഉള്ളത് ആലോചിക്കുക. എത്രയോ നമുക്കുണ്ട് അല്ലേ? നല്ല 2 കിഡ്നി ഉണ്ട്, നമുക്ക് ഡയാലിസിസ് ഒന്നും വേണ്ടല്ലോ, കണ്ണുണ്ട് അല്ലേ, തിമിരല്ല, കാണുന്നുണ്ട്, കാഴ്ച ഉണ്ടെന്ന് ചെന്നാൽ തിന്നാണ്ട്, രാവിലെ ഉണ്ട്, കടന്നുറങ്ങാൻ ഒരു സ്ഥലമുണ്ട്, അത്യാവശ്യമുള്ളൊരു പഴയതാണെങ്കിൽ ഒരു വണ്ടിയില്ലേ. ഇതൊക്കെ അല്ലേ അൽഹംദുലില്ലാ. ഇതൊന്നും ഇല്ലാത്തത്ര ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഉള്ളതിങ്ങനെ ആലോചിക്കുക, അതിനിങ്ങനെ ശുക്ർ ചെയ്യ്. ഇൻ ശക്കർത്തും ലഅസീദന്നകും, അതിങ്ങനെ പടച്ചോൻ ഇട്ടേരും. മറ്റില്ല, പോരാ, എത്താ പോതന്നുള്ളൂ, കഴിഞ്ഞു, ഇങ്ങനെ പറഞ്ഞാന്തരങ്ങൾ പിശാച് നമ്മൾ നിരാശയിലേക്ക് കൊണ്ടുപോയിട്ട് പടച്ചോൻ്റെ അടുത്ത് ഇങ്ങനെ അകറ്റി കൊണ്ടുപോകും. അത് പിശാചിൻ്റെ തന്ത്രമാണ്. പിശാചിൻ്റെ നിരാശ ഉണ്ടാക്കുക എന്നുള്ളത്. ഇബ്ലീസ് എന്നുള്ള പേരെന്നതാണ്, അൽബസ, നിരാശപ്പെടുത്തും. അപ്പോൾ നിരാശ പാടില്ല വിശ്വാസിക്ക്, പ്രതീക്ഷ മാത്രമേ പാടുള്ളൂ. എത്തിനത് ഇവിടെയൊക്കെ കുറച്ചുള്ള ഈ സൗകര്യങ്ങളൊക്കെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ പടച്ചോൻ്റെ സൗകര്യങ്ങളും സുഖങ്ങളും എന്ന് പറഞ്ഞാൽ അത് കാലാകാലമാണ്, ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഏത് ടൂർ പോയി നോക്കി, ശനി ഞായറും കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഓഫീസിൽ പോകണം. അവിടുന്ന് പെട്ടി എന്താണ് ഒക്കെ പറിച്ചിട്ട് പോരനവിടുന്ന്. അത് വല്ലാത്ത ഇടങ്ങേറന്നെയാണ്. നമ്മൾ എന്ത് ടൂർ പോയി കഴിഞ്ഞാലും ആ പോരിനെന്ന ഒരു ഇടങ്ങേറന്നെ. കുട്ടികൾ പറയും ഒരു ദിവസം കൂടി നിൽക്കുകയെന്ന്. നമുക്ക് തോന്നും ഇവിടെ തന്നെ നിന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പെരെടുത്താലോ എന്നൊക്കെ തോന്നും. അതന്നെ ചങ്ങന്മാരെ സ്വർഗം. ഇവിടെ നിങ്ങൾക്ക് ഊട്ടി പോയിട്ടും കൊടൈക്കനാൽ പോയിട്ട് അങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ നിന്നിട്ട് അവിടെ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ അടുത്തും ആ പച്ചപ്പിൻ്റെ അടുത്തും ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ ഒരു പെരണ്ടായിന്ന് ഇങ്ങനെ തോന്നൂലേ? അതന്നെയാണ് സ്വർഗം. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. അവിടെ കാലാകാലാണ്. അവിടെ ഞായറാഴ്ച വൈകുന്നേരം വെക്കേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമല്ല. അവിടെ കാലാകാലാണ്. അവിടെ പിന്നെ അസുഖമില്ല, അറ്റാക്കില്ല, കൊളസ്ട്രോൾ നോക്കണ്ട, ഷുഗർ നോക്കണ്ട, ചെക്കപ്പിന് പോകണ്ട, ആൻജിയോപ്ലാസ്റ്റി നോക്കണ്ട. വലിയൊരു പൈസക്കാരനെ കാണാൻ പോയി ഞാൻ, പിരിവിന് പോയതാണ്. അപ്പോൾ മൂപ്പരെന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇൻസുലിൻ്റെ ഇത് വെച്ചേക്കാണ്, അതായത് ഷുഗർ നോക്കാൻ ഇവിടെ ഒരു സാധനം വെച്ചേക്കാണ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഫോൺ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ ഷുഗർ തീ കാണിക്കും. അപ്പോൾ ചോറ് കഴിക്കാൻ നേരമാകുമ്പോൾ ഇങ്ങനെ മൂപ്പര് ഈ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ തീക്ക് നോക്കും. അപ്പോൾ എന്താ നിങ്ങൾ 320. ഇനിയിപ്പോൾ എന്ത് ചോറാ വെച്ചാൽ. അപ്പോൾ എന്നോട് അദ്ദേഹം പറയാണ് 320 ചിലപ്പം കാണും. അപ്പോൾ ഞാൻ മൂപ്പര് വലിയ മലയാളിയാണ്. അപ്പോൾ മൂപ്പര് റൂമിൽ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ ജിമ്മുണ്ട് പെരയിൽ, ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി നോക്കും. അപ്പോൾ 140. അത് കുറച്ച് കക്കരിക്കും വെള്ളം കുടിച്ച് കടന്നുറക്കും. സഹോദരങ്ങളെ, വലിയ വലിയ വരുമാനമുള്ള ആൾക്കാരുടെ അവസ്ഥ ഇത്. നിങ്ങളൊന്നിലും മന്തിയൊക്കെ തിന്ന് സുഖമായിട്ട് ഏമ്പൊക്കെ വിട്ട് കടന്നുറങ്ങാൻ പറ്റില്ലേ? ഉള്ളിൽ അൽഹംദുലില്ലാ പറഞ്ഞോളി സഹോദരന്മാർ. അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ, അതാണ് ജീവിതം. ഉള്ളിൽ അൽഹംദുലില്ലാ പറയാൻ പഠിച്ചോ, എന്നാൽ ടെൻഷൻ പരമാവധി കുറവേക്കാരം. എല്ലാത്തിനെ പറ്റി ആലോചിച്ച് ടെൻഷനായോ ടെൻഷൻ കൂടും ചെയ്യും, പടച്ചോൽ നകന്നു പോവുകയും ചെയ്യും. മറ്റേത് പടച്ചോ പിന്നെ ഇങ്ങനെ തരും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അടുത്തത് നമ്മൾ ചെയ്തു പോണ തെറ്റുകളാണ്. തെറ്റുകളെ നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. പാപങ്ങൾ എത്ര ചെറുതാണെങ്കിലും, നിങ്ങൾ നല്ല ഓർത്തോളി, പാപങ്ങൾ എത്ര ചെറുതാണെങ്കിലും ആ പാപങ്ങളിലെ നിലപാട് ഗൗരവമുള്ളതാണ്. അള്ളാഹിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു തെറ്റെന്നറിയുമ്പം. അപ്പോൾ ചെറിയ തെറ്റന്നെയാണെങ്കിലും ആ തെറ്റെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിനെയും ധിക്കരിക്കൽ തന്നെയാണ്. അത് ചെറിയ തെറ്റാണെങ്കിലും. അത് കുറേ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ തെറ്റിൻ്റെ ഒരു ഗൗരവം നഷ്ടപ്പെടും. പിന്നെ നമ്മൾ വലിയ തെറ്റ് നമുക്കൊരു പ്രശ്നമില്ലാന്ന് തോന്നും. വലിയ തെറ്റ് ചെയ്താലൊരു പ്രശ്നം എന്താ നിങ്ങൾ ആദ്യമൊക്കെ മനസ്സിനൊരു കുത്തലുണ്ടാവും. പിന്നെ നമ്മൾ തെറ്റിനെ ന്യായീകരിക്കാൻ തുടങ്ങും.
തെറ്റിനെ ന്യായീകരിക്കും. അതൊന്നും ഒരു വ്യഭിചാരമല്ല, അതൊന്നും ഒരു പലിശല്ല. അതൊക്കെ ഇപ്പോൾ പലിശ ഇപ്പം അതൊക്കെ വട്ടിപ്പലിശക്കാണ് പലിശ അറിയാം. എഡ്യൂക്കേഷൻ ലോണിനും വീടിന് വാങ്ങണ ലോണിനും വണ്ടിക്ക് വാങ്ങണ 6%, 7% ലോണിനൊന്നും അന്ന് പലിശ എന്ന് പറയാൻ പറ്റൂല. അതൊക്കെ കൂട്ടുപലിശക്കാണ് പലിശ എന്ന് പറയാം. ഏത് പലിശ മുങ്ങിക്കിടക്കണോ പറയാണ്, ഓൻ്റെ ഈ ഭാരത്താണത്. അങ്ങനെ ദീന് പറയാം. അപ്പോൾ ആദ്യം എന്താ പറയുക, ആദ്യം എടുക്കാനൊക്കെ ഒരു മടി ഉണ്ടാവും. പിന്നെ എടുത്ത് കുറേ പലിശ ആവും. പിന്നെ പറയും അന്നിപ്പോൾ ഒരു പലിശ അല്ല എന്ന് പറയും. പലിശ വാങ്ങണേക്കാൾ ഗൗരവമാണ് പലിശ തെറ്റല്ല എന്ന് പറയാന്ന്. അത് കുഫറാണ്. പലിശ തെറ്റല്ല എന്ന് പറഞ്ഞാൽ കുഫറാണ്. പലിശ വാങ്ങിയാലേ പലിശ വാങ്ങണില്ല കുറ്റേ കിട്ടുള്ളൂ. മറ്റേത് കുഫറാണ്. കുഫർ ഷിർക്കിലേക്ക് എത്തിക്കും, ഷിർക്ക് നരകത്തിലേക്കാണ് എത്തിക്കുക. അപ്പോൾ പാപങ്ങളെ നിസ്സാരമായൊരു വിശ്വാസി കാണാൻ പാടില്ല. കാരണം പാപങ്ങളുടെ അനന്തരഫലങ്ങൾ ഗൗരവമുള്ളതാവും. നമ്മൾ കുറേ നുണ പറഞ്ഞ്, നമ്മൾ കുറേ തെറ്റ് ചെയ്തു, ആ തെറ്റ് മൂടി വെക്കാൻ വേണ്ടി അടുത്ത തെറ്റ് ചെയ്യും, അതിൽ നിന്ന് അടുത്ത തെറ്റിലേക്ക് പോകും. അവസാനം നമ്മൾ ഇവിടെ ചെന്നെത്താന്ന് ആ തെറ്റ് തുടങ്ങുമ്പോൾ നമുക്കറിയില്ല. ഒരു പാപം കാരണം നിനക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന അനന്തരഫലം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ പാപത്തിലേക്ക് പോകുമായിരുന്നില്ല എന്നാണ്. നമുക്കറിയില്ല. പാപങ്ങളുടെ അനന്തരഫലങ്ങൾ വളരെ ഗൗരവമുള്ള. ചോദിക്കി, ഒരു സുജൂദ് ചെയ്യാത്തതിനാണ് ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി മാറിയത്. ആദമിനൊരു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ സുജൂദ് എനിക്ക് പറ്റൂലായിരുന്നു. അതുകൊണ്ട് എന്താണ് ഒരു പാപം കൊണ്ട് അതിൻ്റെ അനന്തരഫലമായിട്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുകയെന്ന് നമുക്കറിയാത്തത് കൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങളെ നമ്മൾ കുറച്ചും കൂടി ഗൗരവമായി തന്നെ കാണണം. പിന്നെ നമസ്കാരമാണ് അടുത്ത്. നമസ്കാരത്തെ നമ്മൾ അവഗണിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട, അള്ളാഹുവിൽ നമ്മൾ അകറ്റുന്ന വലിയൊരു കാര്യമാണ്. നിങ്ങൾ നോക്കി, നമ്മളെ ഫോണ് ആൾക്കാർക്ക് എപ്പോഴും ഒരാളെ കണ്ടപ്പോഴേ യാത്രയിലൊരു സുഹൃത്ത് ഭയങ്കര ടെൻഷൻ മൂപ്പർക്ക്. അപ്പോൾ എന്താ, ഫോണിൽ ചാർജ് കഴിഞ്ഞാണ് അവനിപ്പോൾ പ്രശ്നം. ഫോണിൽ ചാർജ് കഴിഞ്ഞ് മൂപ്പർ ബേജാറാണ്. മൂപ്പരെ ചാർജർ മൂപ്പർ എടുത്തിട്ടില്ല, മൂപ്പരെ പറ്റിയ ചാർജർ ഒപ്പമുള്ളവരപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ, ജീവിതം പോയി സഹോദരങ്ങളെ. മൊബൈലിൽ ചാർജ് കഴിഞ്ഞ് ആ ചാർജ് ചെയ്യാനൊരു സംവിധാനം കൂടി ഇല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞ്. അതേപോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിൻ്റെ ഹൃദയത്തിൻ്റെ ചാർജറാണ് നിസ്കാരം തന്നെ. തീരെ ബാറ്ററി ഇല്ല, നമ്മളെ ഹൃദയത്തിൻ്റെ ബാറ്ററി വളരെ വീക്കാണ്. അതുകൊണ്ട് 5 നേരമെങ്കിലും ഇത് കുത്തിവെക്കണം. 5 നേരം കുത്തിവെച്ചാലേ ഇത് കുറച്ചെങ്കിലും ഇത് വിളിച്ചാൻ പറ്റുള്ളൂ. കുറച്ചെങ്കിലും നമ്മളെ ഫോണിൽ ഹൃദയത്തിൽ ചാർജ് നിൽക്കണമെങ്കിൽ ഒരാഴ്ചയ്ക്ക് 50 നേരം കുത്താൻ വേണ്ടിയിട്ടാണ് മൂസാ നബി അള്ളാഹുവിൻ്റെ റസൂൽ താഴത്തേക്ക് ഇറങ്ങിയെന്ന്, ഇറച്ചി പോയി മേലെ നിന്ന് ഇറങ്ങിയെന്ന്. 50 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കി കൊണ്ടുവന്ന് അത് 9 നടന്നിട്ട് 5 നേരം കുത്തലാക്കിയത്. ആ 5 നേരം നമ്മൾ ചാർജ് ചെയ്യണം. 5 നേരം നമ്മൾ ചാർജ് ചെയ്യണം. ആ ചാർജ് സഹോദരങ്ങളെ, അത് നമ്മൾ മര്യാദ നിസ്കാരം കൃത്യമായിട്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൻ്റെ ബാറ്ററി പോവും, നമ്മൾ ഹൃദയം വീക്കാവും, നമ്മൾ ഹൃദയത്തിൽ കാര്യങ്ങൾ കയറാതാവും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നല്ലോണം എന്ത് ചെയ്യണം, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ 5 നേരം ആണാണോ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അത് ജോലി സ്ഥലത്താണെങ്കിൽ എവിടെ അതിനുള്ള സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കണം, അതിന് നമ്മൾ പ്രയോറിറ്റി നൽകണം. ഇന്നിപ്പോൾ നാളെ സുബൈന് കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അടുത്ത ളുഹർ ജമാഅത്ത് ഇവിടെ എന്നുള്ളതാണ്. അതിനൊരു കൃത്യമായൊരു യാത്രയാണോ എന്താണ് അതിനൊരു പ്ലാൻ നമ്മൾ എൻ്റെ ളുഹർ ഇനി എവിടെ ആയിരിക്കും, കൃത്യമായൊരു പ്ലാന് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കും. എൻ്റെ അസ്റ ഇവിടെ ആയിരിക്കും, എൻ്റെ മഗ്‌രിബ് ഇവിടെ ആയിരിക്കും, എൻ്റെ ഇന്നത്തെ ഇശാ ജമാഅത്ത് ഇവിടെ ആയിരിക്കും. അത് കൃത്യമായിരിക്കണം. ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വീഴ്ചയും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലേ എന്തുള്ളൂ, എന്നാലേ പടച്ചോൻ്റെ ഈ മയ്യത്തുണ്ടല്ലോ, എൻ്റെ അപ്പൻ്റെ റബ്ബുണ്ട് നമ്മൾ ഈ പറയണ്ടല്ലോ, ആ റബ്ബ് ഉണ്ടാവുള്ളൂ. ലഇൻ അഖംതുമുസ്സലാത്തന സൂറത്തു മായിദയിൽ ബനൂ ഇസ്രായേലോട് അള്ളാഹു പറയുന്നൊരു ആയത്തുണ്ട്. 12ാമത്തെ ആയത്താണ് എൻ്റെ ഓർമ്മ, ഇനി തെറ്റുണ്ടോ അറിയില്ല, ഒന്ന് പോയി ഓതൊക്കെയുണ്ട്. ബനൂ ഇസ്രായേലിനോട് പടച്ചോൻ പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഇനി മഅക്കും. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലഇൻ അഖംതുമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു 3-4 കാര്യം പറയുന്നുണ്ട്. ആ കാര്യം ഇന്ന് തന്നെ പോയിട്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. നിസ്കാരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിസ്കാരം തന്നെയാണ്. പിന്നെ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെന്താണ് നന്ദി കാണിക്കുക എന്നുള്ളത്. നന്ദി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ഫാത്തിഹ തുടക്കുമ്പം തന്നെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ റബ്ബുൽ ആലമീനാണ്
എൻ്റെ സർവ്വ ഹംദുകളും എന്ന് പറയുമ്പോൾ, സ്തുതികളെന്ന് പറയുമ്പം അള്ളാഹുവിനെ വാഴ്ത്താണ് ഞാൻ ഈ നിൽക്കുന്നത്. എത്ര എത്ര മസിലുകൾ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത് അറിയങ്ങൾ. എനിക്കൊരു തലച്ചോറിൽ ചെറിയൊരു രക്തക്കോയിൽ ബ്ലോക്കായാൽ എനിക്ക് നിൽക്കാൻ പറ്റൂല. പിന്നെ എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ എന്നെന്ത് ചെയ്യണം, എന്നെ പിടിച്ചു കൊണ്ടുവരണം. എത്ര എത്ര ആളുകളാണ് സ്ട്രോക്ക് സംഭവിച്ചിട്ട്. നിങ്ങൾ ഫിസിയോതെറാപ്പിയിൽ പോയി നോക്കി, പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മരിച്ചാൻ ആ നേരത്ത് വല്യാപ്പാക്കും വല്യമാക്കും വരുന്ന സാധനമാണ് സ്ട്രോക്ക്. ഇന്ന് 37, 35, 40, 45 വയസ്സായ ആൾക്കാർക്കാണ് സ്ട്രോക്ക് വരുന്നത്, അറ്റാക്ക് വരുന്നത്. പണ്ട് മരിച്ചാന്ന് അറിയുമ്പോൾ എന്താ നിങ്ങൾ, മരിച്ചാന്ന് അറിയുമ്പോൾ നമുക്ക് സമയമായിട്ടില്ല എന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം മരിച്ചവരൊക്കെ വയസ്സന്മാരായിരുന്നു, മരിച്ചവരൊക്കെ വയസ്സന്മാരായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് ചെറുപ്പക്കാർക്കാണ് അറ്റാക്ക്, സ്ട്രോക്ക്, മരണം. അല്ലേ, ജിമ്മിൽ മരിച്ച, കളിൻ്റെ അടിയിൽ മരിച്ച, ജോലിൻ്റെ അടിയിൽ മരിക്കുക, ഓടിൻ്റെ അടിയിൽ മരിക്കുക. ഇത് 50 കിലോമീറ്ററൊക്കെ മാരത്തോൺ ഓടിക്കാണ്ട് ആൾ വന്ന് കഴിഞ്ഞാണ് മുക്കുക. എന്താ ശരീരം, എന്താ പളുങ്ക് പോലത്തെ ശരീരം, ഒന്നുമില്ലാണ്ട് കിടക്കുക, ഓട്ടത്തിൻ്റെ അടിയാണ് കിടക്കാൻ മരിച്ച. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും മരിക്കുക എന്നുള്ളൊരു ബോധം ഒന്നും ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്ക്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ടൊക്കെ അതൊക്കെ ഹജ്ജൊക്കെ കഴിഞ്ഞ് അവസാനമായിട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാ തോന്നിയാസം കാട്ടി ഒരു ഹജ്ജും ചെയ്തിട്ടല്ലേ മരിച്ചുള്ളൂ എന്നാണ്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഹജ്ജിനൊന്നിനും ഉംറക്ക് ഒന്നിനും കിട്ടൂല. ഇപ്പോൾ ഒരു ചാൻസും കിട്ടാൻ ചാൻസ് ഇല്ല. അക്കോലത്തിലാണ് ആൾക്കാരുടെ ജീവിതം. കാരണം വലിയ ഷവായക്കാണ്ട് ഒന്നല്ല തിന്നണ്. ഒരു കോയിൻ്റെ കുറക് 2-3 കഷ്ണാക്കി തിന്നൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഒരു കോയിനെ 2-3 ആൾക്കാർ കൂടിയാണ്ട് ഓരോ കോയിനൊക്കെ തിന്നണത്. അതുകൊണ്ട് പറയാൻ പറ്റൂല. അറ്റാക്ക് 60 അറ്റാക്ക് 30 എത്തിക്കണ്, 12 കൊല 20ക്കും 25ക്കൊക്കെ അറ്റാക്ക് വന്നിക്കണ്. കാരണം ഒരു പുരുഷായുസിൽ തിന്നേണ്ട കോയി ഒരു 5 കൊല്ലം കൊണ്ടൊക്കെ തിന്ന് തീർക്കല്ലേ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം ഏത് സമയത്തും വരും, മരണം ഏത് സമയത്തും വരും. അപ്പോൾ എന്താ നിങ്ങൾ അത് അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിച്ച് അള്ളാഹു അൽഹംദുലില്ലാ. ഇതൊക്കെ നമ്മൾ ഈ ഫിസിയോതെറാപ്പിയിലൊക്കെ പോയാൽ 37, 35, 45 വയസ്സുള്ള ആൾക്കാർ പെണ്ണുങ്ങൾ ഇമ്മാൻ്റെയൊക്കെ കൈ പിടിച്ച്, ഇപ്പോൾ സ്ഥിരമായിട്ട് ഫിസിയോതെറാപ്പിക്ക് വരുന്ന ഒരാളെ കണ്ടു. അപ്പോൾ ആദ്യമൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നീന്ന്, ഇപ്പം ഉമ്മാൻ്റെ അപ്പ വരുന്നത്. അപ്പോൾ എന്താ വെച്ചപ്പോൾ എത്ര വെച്ചിട്ട് അപ്പോൾ പെണ്ണുങ്ങൾ കൊണ്ടുവരിക, പെണ്ണുങ്ങളിപ്പോൾ ചെറിയൊരു പണിക്കുമുണ്ട്, പെണ്ണുങ്ങൾ പണിക്കുമുണ്ട്. കാരണം പണിക്ക് നയിച്ചുകൊണ്ടിരാൻ ആളില്ല, പെണ്ണുങ്ങൾ ജോലിക്ക് പോവുകയാണ് ഇപ്പോൾ. എന്നിട്ട് ഉമ്മയാണ് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരുന്നത്. ഇതൊക്കെ സഹോദരങ്ങൾ, ഇത് ആ പറഞ്ഞ ആൾ നാളെ നമ്മളായി മാറും. ഇതൊക്കെ ആർക്കും വരാം. അതുകൊണ്ടുള്ള സമയത്ത് സഹോദരങ്ങളെ ഇതിലൊക്കെ നന്ദി കാണിച്ച്, അതുകൊണ്ട് ഇങ്ങനെ ഈ പളുങ്കി നമ്മൾ നടക്കണ്ടല്ലോ. ഇനി ഒന്നുമില്ല, ഈ തുണിയും കുപ്പായിട്ട് കാണ്ട് നമുക്ക് 2 കാലും അങ്ങനെ നടന്ന് ഒരാളോട് മര്യാദയ്ക്കൊന്ന് വർത്താനം പറയാൻ പറ്റില്ലേ, അതന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് നമുക്ക് മനസ്സിലാകാത്ത എന്താ നിങ്ങൾ, അതിന് പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഓരോരുത്തർ 10 മിനിറ്റ് പോയി ഇരുന്നാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് പടച്ചോൻ തിന്നുകണെന്ന്. അതുകൊണ്ട് തെന്നിനെ പറ്റി ആലോചിക്കുക, ഉള്ളിനെ പറ്റി ആലോചിക്കുക, ഇല്ലാത്തിനെ പറ്റി പറയില്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളത് അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മളെല്ലാവരും ഈ കഴിഞ്ഞത് പെരയ്ക്ക് പോകും. നിങ്ങൾ കുറേ പ്രശ്നങ്ങളായിട്ട് അതിന് പരിഹാരം ഉണ്ടോ നോക്കാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ. ഈ ഒരു വയല് കേട്ടവൻ്റെ എല്ലാ പ്രശ്നവും തീരും വിചാരിച്ച് പോകുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ പ്രശ്നവും തിരിച്ചു പോകുമ്പോഴും അതേമാതിരി നിങ്ങളപ്പം ഉണ്ടാവും. ഒന്നും ഞാൻ ഏറ്റെടുക്കണില്ല, ഒന്നും ഞാൻ ഏറ്റെടുക്കില്ല. പക്ഷെ എന്താ നിങ്ങൾ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം പടച്ചോൻ വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഹക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഹക്ക്. അങ്ങനെയാണെങ്കിൽ അള്ളാൻ്റെ റസൂലിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന്. ഈ ലോകത്തെ ഏറ്റവും മുത്തുമണി ആരാണ്? അള്ളാൻ്റെ റസൂലാണ്. അള്ളാൻ്റെ റസൂൽ യത്തീമായിട്ടാണ് ജനിച്ചത്. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു, 8-ാമത്തെ വയസ്സിൽ വല്യാപ്പ മരിച്ചു. ദരിദ്രനായിട്ടാണ് ജീവിച്ചത്, ദരിദ്രനായിട്ട് അല്ലേ. ഈത്തപ്പനൻ്റെ ഓലൻ്റെ പാട് റസൂലിൻ്റെ പുറത്ത് കടന്ന് നീച്ചുമ്പം, ഇപ്പം പണ്ടത്തോലും കണ്ടിട്ടുണ്ടാവും ആ പാടൊക്കെ. നമ്മൾ പായി കടന്ന് നീച്ചാൽ ആ ഓലൻ്റെ അടിയാളാണ്. ഇപ്പോഴത്തെ കുട്ടികളെ കണ്ടുകിടന്നാവോ. പരുത്ത ഈത്തപ്പനൻ്റെ പായിൻ്റെ പാട് റസൂലിൻ്റെ പുറത്ത് കണ്ടിട്ട് സാബത്ത് ചോദിച്ചിരുന്നു, ഒരു കടക്കുണ്ടാക്കി തരട്ടെ അല്ലേ. 6 കുട്ടികൾ ചെറുപ്പത്തിലെ മരിച്ചു പോയ ഒരാളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ജനിക്കുമ്പോൾ 6 കുട്ടികളെ മരിച്ചു പോയേക്കുക അല്ലേ. ഭാര്യ മരിച്ചു. ഭാര്യ എന്നാലും ആ പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ഭാര്യ നഷ്ടപ്പെടുക. ഒപ്പം 42 കൊല്ലം നിഴലായി ജീവിച്ച അബൂ ത്വാലിബ് ആ പ്രതിസന്ധിയിൽ മരിക്കാതെ മാത്രമല്ല മുസ്ലിം അല്ലാതെ മരിച്ചു പോകുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. 42 വർഷം ഒരു പ്രവാചകൻ്റെ കൂടെ ജീവിച്ചിട്ട് ആ പ്രവാചകൻ്റെ സകല പ്രതിസന്ധിയിലും താങ്ങും തണലുമായിട്ട് ആ
മൂത്താപ്പാക്ക് ആ ബന്ധുവിന് ഹിദായത്ത് നൽകാൻ കഴിയാതെ കാഫിറായി മരിച്ചു പോണൊരു സാഹചര്യം നബിക്ക് എത്ര വിഷമുണ്ടാക്കിയിട്ടുണ്ടാവും. ആ നബി ഏറ്റവും സ്നേഹിച്ച നാട്ടുകാരും വീട്ടുകാരും നബിനെ ഉപദ്രവിക്കുന്നൊരു സാഹചര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട. നിസ്കരിക്കുമ്പോൾ കൊടൽമാല കൊണ്ടേകാണ്ട് കഴുത്തിൽ ചാർത്തുകയാണ് സഹോദരങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴുത്തിൽ ചാർത്തുകയാണ് അല്ലേ. അവസാനം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇത്രയും പ്രതിസന്ധികൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു പ്രവാചകൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രവാചകന്മാർ, ഇബ്രാഹിം നബി, ഇബ്രാഹിം നബി എന്തെല്ലാം പ്രതിസന്ധികളോട് ഇബ്രാഹിം നബി കടന്നു പോയത്. അയ്യൂബ് നബി, വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും അവർ അനുഭവിച്ച ത്യാഗങ്ങളാണ്, പ്രതിസന്ധികളാണ്, ത്യാഗങ്ങളാണ്. ഇതൊക്കെ എന്താണ്? പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതമല്ല അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളൊപ്പം ഉണ്ടാവും. മാത്രമല്ല, നിങ്ങൾ ഈ ദീനിക്ക് കൂടുതൽ അടുത്തോ അള്ളാഹുവിനെ റസൂൽ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയോ, നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങൾ കൂടേ ഉള്ളൂ, കുറയാൻ പോണില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയത് പ്രവാചകന്മാരാണ്. അള്ളാഹ്ക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? പൈസ അല്ല തരിക, എടങ്ങാറാണ് തരിക. സൗകര്യമല്ല തരിക, പ്രതിസന്ധികളാണ് തരിക. എന്തിനാ നിങ്ങൾക്ക്? എടങ്ങേറുള്ള പരീക്ഷ എഴുതിയാലാണ് നല്ല സ്ഥാനം കിട്ടുക അല്ലേ. ഏറ്റവും ടഫായ പരീക്ഷയിൽ പാസ്സായാലാണ് ഏറ്റവും വലിയ ശമ്പളം കിട്ടുക, ഏറ്റവും വലിയ ട്രോഫി കിട്ടുക, ഏറ്റവും വലിയ സ്ഥാനം കിട്ടുക. അപ്പോൾ തോനെ എടങ്ങേറ് തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് തോനെ പ്രൈസ് കിട്ടാണ്ട് എന്നാണ്, തോനെ സമ്മാനം കിട്ടാണ്ട് എന്നാണ്, വലിയ ദറജ നമ്മളെ കാത്തുക്കുണ്ടെന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഏറ്റുവാങ്ങിയത് പ്രവാചകന്മാരാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആൾക്കാരാണ്, സഹാബത്താണ്, അത് കഴിഞ്ഞ താബികളാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരെടങ്ങേറ് വരുമ്പോൾ എന്താ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പടച്ചോൻ നമ്മളെ സഹായിക്കണം. പടച്ചോൻ്റെ ദറജ ഉയർത്താൻ വേണ്ടി തന്നതാണ്. നിസ്കരിച്ചിട്ടും നോമ്പോറ്റിട്ടും ജിഹാദ് ചെയ്തിട്ടൊന്നും എന്നെക്കൊണ്ട് സ്വർഗത്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പുരുഷായുസ് മുഴുവൻ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിച്ചതിനേക്കാൾ ഒരു പക്ഷേ അതിനേക്കാൾ കൂലിണ്ടാവും. നമ്മളൊരു സ്ട്രോക്കായിട്ട് ഒരു പുതപ്പ് പോലും മാറ്റാൻ പറ്റാതെ നമ്മൾ കടന്ന് ആ സങ്കടപ്പെടുമ്പം നമുക്ക് കിട്ടാൻ പോണ കൂലിയുണ്ടല്ലോ, അത് പക്ഷേ നമ്മൾ നല്ല കാലത്ത് ഓടി നടന്ന് ഇബാദത്ത് ചെയ്തതിനേക്കാൾ കൂലിയായിരിക്കും. നമ്മൾ ആ മനസ്സ് വിഷമിച്ച് പടച്ചവനോട് പ്രാർത്ഥിച്ച് ആ സ്ട്രോക്ക് അടിച്ച് കിടക്കുമ്പം ആ പുതപ്പ് പോലും മാറ്റാൻ പറ്റാതെ മൂത്രം പോലും ട്യൂബിലേക്ക് പോയിട്ട് നമ്മളിങ്ങനെ ആ കിടക്കുന്ന ഒരു കടത്തത്തിൽ നമുക്ക് കിട്ടുന്ന കൂലി അതിനേക്കാൾ വലിയ കൂലിയായിരിക്കും. പക്ഷെ എന്ത് വേണം? മനസ്സിൽ പടച്ചോൻ വേണം. ഞാൻ സൗദിയിൽ പോയ സമയത്ത് ഒരു സുഹൃത്തിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ ഒരു അറബിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം സ്ട്രോക്ക് കഴിഞ്ഞ് ഇങ്ങനെ റെഡിയായി വരികയാണ്. അയാളെ വായിന്ന് വന്ന വാക്കുണ്ട്. അയാൾ സംസാരിക്കുമ്പോൾ അറബി പറയണം അൽഹംദുലില്ലാ. അയാൾക്ക് ഒരു വടി കുത്തിയിട്ടാൽ നടക്കണത്. അയാൾ പറഞ്ഞെന്താ നിങ്ങൾ? അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ വ്യാഴാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും നോമ്പൊക്കെ മുടങ്ങാതെ എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ സുന്നത്ത് നിസ്കാരം ഒക്കെ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മുടങ്ങാതെ നിർവഹിക്കുന്നുണ്ട്. ആ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടും തൗഫീക്ക് നൽകി എന്നത് വല്ലാത്തൊരു നിഅമത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ കാരുണ്യ സഹോദരങ്ങളെ, വലിയ വീട് തന്നു, വലിയ വണ്ടി തന്നു, നല്ല ജോലിയുള്ള മക്കളെ തന്നു എന്നതല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അവനെ ആരാധിക്കാനും അവനിൽ ഭരമേൽപ്പിച്ച് അവനെ സ്നേഹിച്ച് ജീവിക്കാനും ഒരായുസ്സു, ഒരാരോഗ്യവും ഒരു തൗഫീക്കും നിങ്ങൾക്ക് നൽകി എന്നതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ഈ സൗകര്യങ്ങളെക്കാളും സമ്പത്തിനേക്കാളും, ഈ സൗകര്യങ്ങളും സമ്പത്തിനേക്കാളൊക്കെ, ഈ സമ്പാദ്യത്തെക്കാളൊക്കെ എനിക്ക് വലുത് പ്രിയപ്പെട്ടത് ഈ ഒരു തൗഫീക്കാണ്. പടച്ചോനെ ആരാധിക്കാനുള്ള ആഫിയത്തും തൗഫീക്കും. അത് തിരിച്ചറിഞ്ഞൊരാൾ, അയാൾക്ക് ഒരു പ്രശ്നമല്ല. ആ ഒരു മാനസിക നിലവാരത്തിലേക്കാണ് ഒരു വിശ്വാസി ഉയരേണ്ടത്. അല്ലാതെ പ്രശ്നങ്ങൾ പോകുകയല്ല ചെയ്യുക. പ്രശ്നങ്ങൾ വലുതാകേ ഉള്ളൂ. ദീന് കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടുക ചെയ്യുക. പക്ഷെ എന്താ നിങ്ങൾ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ഈമാനും കരുത്തും പടച്ചോ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് നൽകും.
അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിൽ പടച്ചോനെ ഉണ്ടാക്കാൻ പറ്റണം. അതിപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാകുക? അത് പടച്ചോനെ അറിയണം, പഠിക്കണം. ഖുർആൻ അതാണ്, ഹദീസ് അതാണ്, വഹി അതാണ്. നമ്മൾ ഗവേഷണം നടത്തിയ പടച്ചോനെ പറ്റി അറിയില്ല. അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചോ അതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ. അത് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. അതിന് നമ്മൾ ക്ലാസ്സിൽ ചേരേണ്ടി വരും, അത് പഠിക്കേണ്ടി വരും, അത് ജീവിതത്തിൽ അമലാക്കി കൊണ്ടടക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താ നിങ്ങൾ, നിരന്തരമായ ഒരു ബന്ധം, അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ ഒരു ബന്ധം ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഉണ്ടാവുമ്പം സഹോദരങ്ങൾ അത് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കാൻ പോണ്. ഖുർആൻ കേട്ടു, ഹദീസ് കേട്ടു, കുറേ ആയത്ത് കേട്ടു, എൻ്റെ കുറേ ബഡായി കേട്ടു, പലതും നിങ്ങൾ കേട്ടുപ്പോ. ഇനി എന്താ നിങ്ങൾ, ഇനി നമ്മൾ പെരീക്ക് പോവുകയാണ്. ഇത് കേട്ടിട്ട് നമ്മളെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം. ഇൽമു എന്ന് പറഞ്ഞാൽ അത് ഇൽമായി നിൽക്കാനുള്ള സാധനമല്ല, അത് അമലായിട്ട് പുറത്തേക്ക് വരണം. അത് നിലപാടുകളായിട്ട് ജീവിതത്തിൽ പുറത്തേക്ക് വരണം. അത് വാക്കിലൂടെ വരും. അൽഹംദുലില്ലാ എന്ന് പറയുന്നതിലൂടെ, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിലൂടെ, ഹൃദയം തട്ടി ഒരു അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ അത് വാക്കുകളായി പുറത്തേക്ക് വരും. അത് ചിന്തകളായി നമ്മളെ മനസ്സിൽ സമാധാനം കോരിയിട്ട് തരും. അത് കർമ്മങ്ങളായി അത് മറ്റുള്ളവർക്ക് ഉപകാരങ്ങളായിട്ട് മാറും. കൂടെ ജീവിക്കുന്ന സഹജീവികൾക്ക് കാരുണ്യമായിട്ട് വരും. നമ്മളെ ഭാര്യയോട് നല്ലൊരു സംസാരം, മക്കളോട് നല്ലൊരു പെരുമാറ്റം. വാപ്പ മാറിയല്ലോ, വാപ്പ ഒരു ചൂടനായിരുന്നു, വാപ്പ മാറി, എന്ത് പറ്റി? വാപ്പ മാറി, വാപ്പാക്ക് പഴയ ദേഷ്യമല്ലപ്പോൾ, മൂപ്പർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിക്കണപ്പോൾ. അങ്ങനെ അതാണ് ഇൽമ്. ഒരാൾക്ക് വഹി നൽകേണ്ട മാറ്റം അതാണ്. ജീവിതത്തിൽ മാറാൻ സാധിക്കണം. അത് നിലപാടെടുക്കുന്നതിലൂടെ, ആളുകളോട് ഇടപഴകുന്നതിലൂടെ, ആളുകളോട് സംസാരിക്കുന്നതിലൂടെ, വാക്കിലൂടെ വരണം, പ്രവൃത്തിയിലൂടെ വരണം. നിശബ്ദതയിലൂടെ, ചില സ്ഥലത്ത് മുണ്ടാതെക്കേണ്ടി വരും, ചില സ്ഥലത്ത് നമ്മൾ മിണ്ടാതെക്കേണ്ടി വരും. അതൊക്കെ സഹോദരങ്ങളെ, ചില സ്ഥലത്ത് നമ്മൾ പറയേണ്ടി വരും, ചില സമയത്ത് നമ്മൾ ഒച്ചുണ്ടാക്കേണ്ടി വരും, ചില സമയത്ത് മുണ്ടാതെക്കേണ്ടി വരും. അതൊക്കെ എന്താണ്? ചില സ്ഥലത്ത് നമ്മൾ കണ്ണുരുട്ടേണ്ടി വരും. അതൊക്കെ എന്താണ്? അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ ജീവിതത്തിൽ പ്രിയപ്പെട്ടതായി മാറിയപ്പോഴാണ് ഈ അറിവ് നമുക്ക് കിട്ടും. നബി ആരാണെന്ന് പറയുമ്പോഴാണ്, അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ഈ ദീനി നമുക്ക് പഠിക്കുമ്പോഴാണ്, അത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നബിമാരുടെ ജീവിതം, ഈ പറഞ്ഞ ഈ യാക്കൂബ് നബിൻ്റെ ജീവിതം, യൂസുഫ് നബിൻ്റെ ജീവിതം, മൂസാ നബിൻ്റെ ജീവിതം, അയ്യൂബ് നബിൻ്റെ ജീവിതം, യൂനുസ് നബിൻ്റെ ജീവിതം, എത്രയോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഖുർആൻ പറയുമ്പം അതിലൊക്കെ വലിയ മെസ്സേജ് ഉണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ കരഞ്ഞ യാക്കൂബ് നബി, മക്കൾ നഷ്ടപ്പെട്ട്, എന്താണ് അത് നൽകുന്ന മെസ്സേജ്? എന്താണ്? തിരിച്ച് പടച്ചോ നൽകണ്. ബിന്യാമീനെയും യൂസുഫിനെയും അള്ളാഹു തിരിച്ച് യാക്കൂബ് നബിക്ക് നൽകി. കാഴ്ച നഷ്ടപ്പെട്ടു പോയി കരഞ്ഞ് കരഞ്ഞ്. പക്ഷേ അവസാനം ആ മക്കളെ തിരിച്ചു നൽകുന്ന വലിയൊരു കാഴ്ച ഉണ്ട് അല്ലേ? ആ സൂറത്ത് യൂസുഫ് അവസാനം അതിൻ്റെ സന്തോഷം എന്താണ്? ആ മക്കൾ അവസാനം തിരിച്ചു കിട്ടണേ. യൂസുഫ് നബി അലൈഹി സ്വലാം കടന്നുപോയ പ്രതിസന്ധികൾ അല്ലേ? ആ സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിലെറിയാൻ. അതായത് ചോദിക്കുക, ആരാണ് കൊണ്ടിരുന്നത്? ശത്രുക്കളല്ല, കൂടപ്പിറപ്പുകൾ. ഒരേ ഉമ്മാൻ്റെ വയറ്റിൽ അല്ലെങ്കിൽ ഒരേ രക്തത്തിൽ പിറന്ന എന്താണ് കൂടപ്പിറപ്പുകൾ കിണറ്റിലെറിയുക. എന്നിട്ട് അവിടുന്ന് അടിമച്ചന്തയിൽ വിൽക്കപ്പെടുക. എന്നിട്ടോ അവിടുന്ന് കൊട്ടാരത്തിലേക്ക് താമസിക്കുക, അവിടെ വളർത്തപ്പെടുക. എന്നിട്ടോ അവിടെ ലൈംഗികാരോപണത്തിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെടുക, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ. അത് ഏറ്റവും നല്ല യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ, ഒരു ദീർഘമായ കാലഘട്ടം. എന്നിട്ട് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി തിരിച്ചു വരിക. തെറ്റ് ചെയ്ത ആളുകളൊക്കെ സ്വന്തം കാൽ കീഴിൽ വന്ന് മാപ്പ് ചോദിക്കുക. ഒരു നീണ്ട ഇടവേള ക്ഷമയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വലിയൊരു തുറവി ജീവിതത്തിൽ നൽകുമെന്നുള്ള, ക്ഷമിച്ച് നിന്നാൽ എന്ത് ചെയ്യും? അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ക്ഷമിച്ച് നിന്നാൽ അള്ളാഹു വലിയൊരു എക്സിറ്റ്, ഏത് പ്രതിസന്ധിയിലും വലിയൊരു തുറവി നൽകുമെന്നാണ് സൂറത്ത് യൂസുഫ് നബിൻ്റെ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയും പടച്ചോനെ പറ്റി പരാതി പറയരുത്. എന്നെങ്ങനെ ആക്കിയല്ലോ, എന്നോട് എന്തെങ്ങനെ കാട്ടുന്നത്, ഇച്ചെന്നും ഇടങ്ങേറാണല്ലോ, ഇന്നെ നേരക്കെ തിരിഞ്ഞേക്കാണല്ലോ പടച്ചോനേജ്. അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി, നീ താക്കാത്ത ഇങ്ങോട്ട് പോകുന്നു, ഉള്ളൊക്കെ പെണ്ണുങ്ങളെ വണ്ടം വിറ്റ് അവിടെ ഒരു ചപ്പാത്തി കമ്പനി തുടങ്ങി, അതും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ്, എൻ്റെ നേരത്തേക്ക് തിരിഞ്ഞേക്കാണല്ലോ. പടച്ചോൻ ആരെ നേർക്കും തിരിയില്ല സഹോദരങ്ങളെ. പടച്ചോൻ തിരിഞ്ഞ എന്തിനാണ്? നിങ്ങളെ സ്വർഗത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി എന്ത് ചെയ്യണം? നമ്മൾ കാണിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ വിഷമിക്കരുത്. അതുകൊണ്ട് ഇതൊക്കെ അമലായി മാറ്റുക. ഫസ്തഖിം കമാ ഉമിർത, ഇസ്തിഖാമത്താണ്. അത് ഇന്നൊന്ന് ഇപ്പോൾ ഈ വയലിന് കേട്ട് പോയിട്ട് ഇന്ന് നാളെയും ചെയ്താൽ പോരാ. മരിക്കുന്നത് വരെ അതിൽ ഇസ്തിഖാമത്തോടു കൂടി നിൽക്കാൻ പറ്റണം. പഠിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം, അവസാന ശ്വാസം വരെ അല്ലേ? അതായത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയുമായിരുന്നു എന്നാണ്, എന്ത്? സ്വർഗത്തിൽ എൻ്റെ 2 കാലും ഞാൻ കാണുന്നത് വരെ എന്താണ്? ഇബ്ലീസിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിച്ചണമെന്നാണ്.
ഇബ്ലീസ് നമ്മളെ പ്രേപ്പിക്കാൻ നോക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ. സ്വർഗത്തിൽ 2 കാലൂണ് കണ്ടാലേ നമ്മൾ സ്വർഗത്തിലെത്തി എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ ഈ പണിയെടുക്കണം. അതുകൊണ്ട് നമ്മൾ 1 ദിവസം 2 ദിവസം നിർത്തി പോകാൻ പറ്റില്ല. മുസ്ലിമായി തന്നെ നമ്മൾ മരിക്കണം. അതിന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിന്നോട് പ്രാർത്ഥിക്കാനും നിന്നെ ആരാധിക്കാനുള്ളൊരു തൗഫീക്ക് നീ എനിക്ക് തരണമെന്ന് നമ്മൾ പടച്ചവനോട് നിരന്തരം ചോദിക്കണം. എന്നാലേ അങ്ങനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തൗഫീക്ക് പടച്ചവൻ നമുക്ക് തരുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇതൊക്കെ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ചെറിയൊരു സംസാരത്തിലൂടെ സഹോദരങ്ങളെ ഏത് പ്രതിസന്ധികളെയും ഒരു വിശ്വാസിക്ക് നിസ്സാരമാക്കാൻ കഴിയുന്ന വലിയ ഒരു പവർ, ഒരു ശക്തി അള്ളാഹു ഈ ഒരു വഹിയിലൂടെ മനുഷ്യന്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അത് റബ്ബിനെ അറിയലാണ്, ആ റബ്ബിനെ മനസ്സിലാക്കലാണ്, ഈ ദീൻ പഠിക്കലാണ്. എന്നിട്ട് അതിൽ ആ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിതത്തിൽ അള്ളാഹുവിനേക്കാൾ മറ്റൊന്നിനും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് മാതാപിതാക്കളോടല്ല, ഭാര്യയോടല്ല, മക്കളോടല്ല, അള്ളാഹിനോടും റസൂലിനോടാണ്. അതുണ്ടായ കാര്യങ്ങളൊക്കെ നേരെ ബൈക്കട് വരും. അപ്പോൾ ദീന് പഠിക്കുക, മനസ്സിലാക്കുക, അത് അമൽ ചെയ്യുക, അള്ളാഹിനെ റസൂലിനെ അങ്ങേയറ്റ സ്നേഹിക്കുക സഹോദരങ്ങളെ. അത് നെഞ്ചോട് ചേർത്ത് വെച്ച് അങ്ങനത്തെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ വരും. പക്ഷെ എന്താ പറയുക, ആ പ്രശ്നത്തിലൊക്കെ ഒരു സുഖം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ الإيمان والتوبة توفنا مسلمين والحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.